Okay. Assalamu alaikum wa rahmatullahi wa barakatuh. Let me stop my screen sharing so that you can all see my face. Hi. Okay. Bismillah, alhamdulillah, wassalatu wassalamu ala rasulillah. Rabbi shrah li sadri wa yassir li amri wa hlul uqdatan min lisani yafqahu qawli. അപ്പം ഇന്ന് നമ്മൾ ജമ്പിങ് ഇൻ ടു ഖാലി ലിനക്സ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ സെഷൻ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ് ഇൻഷാല്ലാ. വെരി ഇൻട്രസ്റ്റിംഗ് ആസ് ഇൻ നമ്മൾ ആക്ച്വലി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി വിൽ ഗെറ്റ് എ ഹാൻഡ്സ് ഡേർട്ടി, വിൽ ആക്ച്വലി ലേൺ സ്റ്റഫ്. ഓക്കെ, നമ്മൾ ഖാലി ലിനക്സ് തിയറി ഉറപ്പായിരിക്കും, പ്രാക്ടിക്കൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് മീ, ഓക്കെ, ആസ്ക് മീ. ഓക്കെ, എന്താണ് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അറിഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അറിഞ്ഞൂടെങ്കിൽ നമ്മൾ വി ക്യാൻ ബോത്ത് ഫൈൻഡ് ഔട്ട്. ഓക്കെ, റൈറ്റ്, ഇറ്റ് മേ ഹെൽപ്പ് അതേഴ്സ് ടു. സോ ചാറ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഹാൻഡ് റൈസ് ഓപ്ഷൻ ഉണ്ടോ സൂമിൽ? Hope, or you can interrupt me via the mic. Yes, jazakallah khair brother Ayan, hand raise option ഉണ്ട്. Thank you. അപ്പം ഓക്കെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് let me ask this for the third time. നിങ്ങൾക്ക് നിങ്ങളെ ഖാലി മെഷീൻ, നിങ്ങൾക്ക് വെർച്വൽ മെഷീനോ അല്ലെങ്കിൽ നിങ്ങൾ UTM അല്ലെങ്കിൽ നിങ്ങൾ ഒറാക്കിൾ വെർച്വൽ ബോക്സ് എന്തെങ്കിലും പാത്രം ഡൗൺലോഡ് ചെയ്തു, ഓക്കെ, അതിൻ്റെ ഉള്ളിലേക്ക് ഖാലി മെഷീനും നിങ്ങൾ കയറ്റിയിട്ടുണ്ടെങ്കിൽ സേ ഖാലി ഇൻ ദ ചാറ്റ്. ഓക്കെ, ഞാൻ ഈ മീറ്റിംഗിൽ ഇപ്പം കാണുന്ന ഇപ്പം എത്ര ആൾക്കാരുണ്ട്? How much people are there? There are 7 people in the, okay, I should see 7 Kalis. So that's Kali. There's Kali 1, 2, 3, 4, 5, 6. ഒരാളെ കാലി കാണുന്നില്ലല്ലോ. വെയിറ്റ്, ഒന്നര ഒരു കാലി കാണുന്നില്ലല്ലോ. 1, 2, ആരാ പറയത്തെ? നിഹാൽ, കാലി. ഓൾറൈറ്റ്. നിങ്ങൾ കാലിന്ന് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നിങ്ങൾക്ക് ഐ എം ഹോപ്പിംഗ് ഖാലി ലിനക്സ് റണ്ണിങ്. എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ സെഷനിൽ ഇനി അങ്ങോട്ട് കാലി ഇല്ലെങ്കിൽ നമുക്ക് കാര്യമില്ല. ഓക്കെ, ബോൾ ഇല്ലാണ്ട് ഫുട്ബോൾ കളിക്കുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ഖാലി ലിനക്സ് വേണം. ഓൾറൈറ്റ്, സോ വിതൗട്ട് ഫർദർ മുഖവരകൾ ആൻഡ് blah blah blah, I'm going jumping in. Okay, I'm going to share the screen. Say screen in the chat if you can see that. If you can see the screen, let me just share the screen. Share the screen. Voila. All right. Screen കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ട്. ഓൾറൈറ്റ്, ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഹാക്കർ ആവണമെങ്കിൽ, അല്ല നിങ്ങൾക്ക് ടെക്നിക്കൽ ഫീൽഡിൽ ഏതിലേക്ക് പോകണമെങ്കിലും നമുക്ക് എന്ത് വേണം? നമുക്ക് ലിനക്സ് വേണം. ലിനക്സ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, ഒരുപാട് ഇൻഫാക്ട് നമ്മൾ പലരും റൺ ചെയ്യുന്ന നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വെച്ച് ഒരുപാട് വെബ്സൈറ്റുകളുടെ ബാക്ക് എൻഡ് ലിനക്സ് ആണ്. ഓൾറൈറ്റ്, സോ ലിനക്സ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്വിക്ക് ക്വസ്റ്റ്യൻ, എന്താണ് ലിനക്സ്? എന്താണ് ലിനക്സ്? എന്താ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്നാൽ ലിനക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. ഞാനും ഇത് മുമ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് പറഞ്ഞത്. പക്ഷേ ലിനക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കലി അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. ലിനക്സ് എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ്. ഓക്കെ, കാർ, ഐ എം നോട്ട് റിയലി എ കാർ ഗൈ, പക്ഷേ ലിനക്സ് എന്ന് പറയുന്ന V8 V12 എല്ലാം ഉണ്ടോ എനിക്ക് ഐ ഡോണ്ട് നോ. അങ്ങനെ എഞ്ചിനുകളാണ്, അത് എഞ്ചിനാണ് ലിനക്സ്. ഈ നമ്മളാരും എഞ്ചിൻ ഓടിക്കൂലല്ലോ, നമ്മൾ ഓടിക്കുക വണ്ടിയാണ്. ഈ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള വണ്ടികളാണ്. ഓക്കെ, അപ്പോൾ ഒരേ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് അതിനെ മോഡിഫൈ ചെയ്തിട്ട് വ്യത്യസ്ത വണ്ടികൾ ഉണ്ടാവും. ഇപ്പോൾ V8 എഞ്ചിനെ കൊണ്ട് നമ്മുടെ കാർ കായ്, പക്ഷേ ഐ എം അസ്യൂമിങ് V8 എഞ്ചിന് കൊണ്ട് ഒരുപാട് കാറുകൾ ഉണ്ടാവും അല്ലേ. അപ്പം അതുപോലെ ലിനക്സ് എന്ന് പറയുന്നത് എഞ്ചിനാണ്. അത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് പറ, ലിനക്സ് ഉപയോഗിച്ചുണ്ടാക്കിയ. പറ. ഉബുണ്ടു അല്ല, എനിക്ക് വേറെ. ജസാക്കല്ലാഹ് ഖൈർ ബ്രദർ മുഹമ്മദ്. ഖാലി, യെസ്, ഖാലി ലിനക്സ്. ഓക്കെ, ഒബ്വിയസ്ലി. പിന്നെ ജസാക്കല്ലാഹ് ഖൈർ ബ്രദർ മുഹമ്മദ് പറഞ്ഞതുപോലെ, നിഹാൽ പറഞ്ഞതുപോലെ ഉബുണ്ടു. വേറെ ഏതാ അറിയോ നിങ്ങൾക്ക്? വേറെ ഏതെങ്കിലും ലിനക്സ് ഉപയോഗിച്ച് അറിഞ്ഞില്ല കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, ഞാൻ ഫസ്റ്റ് സെമിസ്റ്ററിൽ ക്ലാസ്സിൽ പോയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ബാറക്കുള്ള ജാസിം എന്നാണ് എൻ്റെ ക്ലാസ്മേറ്റിന്റെ പേര്. ടീച്ചർ ഇങ്ങനെ ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിച്ചു. അവനിങ്ങനെ ഖാലി ലിനക്സ് അത് ഇതൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ പടച്ചു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ലിനക്സ് തന്നെ കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിത് അറിഞ്ഞിട്ടില്ലേ കുഴപ്പമൊന്നുമില്ല. ഐ എം ജസ്റ്റ് സേയിങ് ലിനക്സ് എന്ന് പറയുന്നത് എഞ്ചിനാണ്. ഖാലി ലിനക്സ്, ഖാലി എന്ന് പറയുന്നത് കാറാണ്. അതുപോലെ വ്യത്യസ്ത കാറാണ്. പാരറ്റ് OS ഉണ്ട്, പിന്നെ എന്താണ് ഉബുണ്ടു ഉണ്ട്. അങ്ങനത്തെ വ്യത്യസ്ത
ലിനക്സ് ഉപയോഗിച്ചിട്ട് റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമ്മൾ വി ആർ ജമ്പിങ് ഇൻ, ഇതെൻ്റെ ഇത് പോയി. ഓക്കെ, നമ്മൾ ജമ്പിങ് ഇൻ, വിൽ ജമ്പ് ഇൻ ടു കാലി, നമ്മളുടെ കാലി മെഷീനിന്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാം, നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഓപ്പൺ നൗ. ഓൾറൈറ്റ്, അപ്പം നമ്മൾ ഇവിടെ എത്തി. നമ്മൾ ഈ ഷുക്കൂർ എന്തേ നമ്മൾ വിളിച്ചത്? ഓക്കെ, വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ്? ടെർമിനൽ. ജസാക്കല്ലാഹ് ഖൈർ. യെസ്, ഇത് ഞാൻ എക്സാക്ട്ലി, ഗുഡ്. ഇത് ഗുയി ആണ്. ഗുയി എന്ന് വെച്ചാൽ കുഴി അല്ല, ഗുയി, GUI. നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ട്, ഇത് വലുതാക്കണോ? കൺട്രോൾ +++++++++. ഓക്കെ, ഗുയി. ദിസ് ഈസ് GUI. ഓക്കെ, ഓർ GUI, ഗുയി. അപ്പം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസും ഇതും എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ലോഞ്ച് ദ ടെർമിനൽ. അപ്പം ഈ ടെർമിനൽ എന്ന് പറയുന്നത് നമുക്ക് ഒബ്വിയസ് ആണ് നമ്മൾ എവിടെയുള്ളത്. നമ്മളിപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ഡെസ്ക്ടോപ്പ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്താൽ നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? നമ്മളിപ്പോൾ കാലിയിലാണുള്ളത്. ഇറ്റ്സ് ഒബ്വിയസ്. ഓക്കെ, പക്ഷേ ഇതിൽ നമുക്കത് മനസ്സിലാവില്ല. ഓക്കെ, ഇതിൽ നമുക്കത് മനസ്സിലാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, so Linux is an engine that runs operating system. Yes, Sister Hiba. Yes, that's exactly right. Okay, അപ്പോൾ നമുക്ക് രണ്ടും സൈഡ് ബൈ സൈഡ് വെക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡോണ്ട് മൈൻഡ് വാട്ട് ഐ എം ഡൂയിങ് നൗ. ഓക്കെ, രണ്ടും സൈഡ് ബൈ സൈഡ് വെക്കാം. ഇത് രണ്ടും ചെയ്യാൻ പോകുന്നത് ഒരേ കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി ക്ലാസ് പറഞ്ഞാൽ ഐ എം ജസ്റ്റ് റീക്യാപ്പിംഗ്. നമ്മളൊരു ഫോൺ എടുത്ത്, ഫോണിൽ നമുക്ക് രണ്ട് രീതിയിൽ ഫോൺ ഉപയോഗിക്കാം. ഒന്ന്, ഫോണിൽ ഐക്കൺസ് ക്ലിക്ക് ചെയ്തിട്ട് ഫോണിനോട് ഇത് നമുക്ക് തന്നെ ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾക്ക് ഫോണിനോട് ഇങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. ജസ്റ്റ് ഇമാജിൻ, ഞാൻ ഫോണിനോട് പറയാം, ഫോണെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ ടൈപ്പ് ചെയ്യാം, ഓപ്പൺ സെറ്റിംഗ്സ്, ദെൻ ഓപ്പൺ ജനറൽ, ദെൻ ഗോ ടു സ്റ്റോറേജ്, ദെൻ അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്ത് പറയുന്നതിനാണ് CLI എന്ന് പറയുന്നത്, കമാൻഡ് ലൈൻ ഇന്റർഫേസ്. മറ്റേത് GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഓക്കെ, നമ്മൾ ചെയ്ത കാര്യം നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഇത് എവിടെയാണ് ഉള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിനകത്ത് ക്വൈറ്റ് എക്സ്പ്ലനേറ്ററി ആണ്, ഡെസ്ക്ടോപ്പിലാണ്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാണെങ്കിൽ ഞാൻ എവിടെ എന്ന് ചോദിക്കുന്നത്, ഞാൻ എവിടെ എന്ന് ചോദിക്കുന്നാൽ അതിന് മനസ്സിലാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? PWD എന്നടിച്ചാൽ ഒരു ഡിലേ, ചെറുതായിട്ടൊരു ഡിലേ ഉണ്ട് എന്ന് തോന്നുന്നു അല്ലേ? ഞാൻ പറയുന്നതും സ്ക്രീനും നമ്മൾ അത്യാവശ്യം ഡിലേ ഉണ്ട് തോന്നുന്നു അല്ലേ? പ്ലീസ് സേ യെസ്. ഡിലേ ഡിഡ് നോട്ടീസ് ഇല്ല? നോ. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. കാരണം എന്താ പറയുക, ഞാൻ ഇവിടെ എൻ്റെ വേറെ ഡിവൈസിൽ ജസ്റ്റ് ഇത് വെച്ച്. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പം ഞാൻ എവിടെയെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത്, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ എവിടെയെന്ന് ടൈപ്പ് ചെയ്യുന്നത്? ലൈവായിട്ട് തന്നെ കാണുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഭയങ്കര ഡിലേ കാണുന്നുണ്ട് അല്ലേ? ഓൺ ടൈം. ഓക്കെ, ഗുഡ്. അൽഹംദുലില്ലാ. ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ക്വൈറ്റ് എക്സ്പ്ലനേറ്ററി ആണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്? ഡോണ്ട് മൈൻഡ് ദീസ്. ഓക്കെ, ആസ് ഓഫ് നൗ ഒരു ഫയലാണുള്ളത്. ഈ ഫയൽ കുറ്റിയാടിയാണ് സ്ക്രീനിലുള്ളത് എന്ന് നമുക്ക് ഒബ്വിയസ് ആണ്, ജസ്റ്റ് കാണാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്കത് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ കമാൻഡാണ് നമ്മൾ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, കാരണം ഓൾറെഡി സെഷനിൽ ലൈവ് റെക്കോർഡ് സെഷനിൽ കഴിഞ്ഞതാണ്. LS എന്ന് വെച്ചാൽ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ലിസ്റ്റ് ചെയ്യാം. നമ്മൾ അതിനോട് പറയുകയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് എന്ന് പറയാം. ഓക്കെ, സോ how to know what is in? LS stands for list. ഓക്കെ, ലിസ്റ്റ് എന്തൊക്കെ കോണ്ടന്റ് ആണ് നമ്മളുടെ ഉള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഇവിടെ കുറ്റിയാടി എന്ന് പറയുന്ന ഫയൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ക്ലോസ്. ഇവിടെ കുറ്റിയാടി എന്ന് പറയുന്ന ഫയൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ കുറ്റിയാടിയിലേക്ക് GUIയിൽ പോകുന്ന GUIയിൽ, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ നമ്മൾ എന്താ ക്ലിക്ക് ചെയ്യുക? ഇനി ഞാൻ എപ്പോഴും GUI എന്ന് പറയുമ്പോൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുള്ളൂ കേട്ടോ. നമ്മൾ സൈബർ സെക്യൂരിറ്റി സ്റ്റുഡൻസ് ആണ്. വി നീഡ് ടു അപ്സ്കെയിൽ ourselves. ഓൾറൈറ്റ്, ഓക്കെ. GUIയിൽ കുറ്റിയാടിൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ എന്താ ചെയ്യുക? ജസാക്കല്ലാഹ് ഖൈർ ബദർ നിഹാൽ, ഡബിൾ ക്ലിക്ക്. വെരി ഒബ്വിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറ്റിയാടിൻ്റെ ഉള്ളിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് നമ്മൾ ഈ കമാൻഡ് CD കുറ്റിയാടി 2. നമ്മൾ കുറ്റിയാടി 2ൻ്റെ ഉള്ളിലെത്തി. ഓക്കെ, കുറ്റിയാടി 2ൻ്റെ ഉള്ളിലാണോ നമ്മൾ ഇന്നെങ്ങനെ മനസ്സിലാവും? നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പഠിച്ച PWD അടിച്ചു നോക്കാം. അപ്പോൾ കുറ്റിയാടി 2ൻ്റെ ഉള്ളിൽ. ഓക്കെ, ഗുഡ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് മീ. എക്സാക്ട്ലി ബ്രദർ മുഹമ്മദ്, PWD. ഓക്കെ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാലും മതി. നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്യുന്നത്
നിങ്ങൾക്ക് പിന്നെ ചെയ്യാം. നിങ്ങൾ ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതാകുമ്പോൾ എനിക്ക് നിങ്ങൾ ഇൻട്രാക്റ്റീവ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. ഓൾറൈറ്റ്. ഇനി കുറ്റ്യാടി 2. ഇനി കുറ്റ്യാടി 2-ല് വെയിറ്റ്, കുറ്റ്യാടി 2 നമുക്ക് തിരിച്ച് ഡെസ്ക്ടോപ്പിലേക്ക് പോകണം. എന്താണ് ചെയ്യുക? എക്സാക്ട്ലി ബ്രദർ മുഹമ്മദ് ജസാഖല്ലാഹ് ഖൈർ. CD 2 കുത്ത്. ഓക്കെ, 2 കുത്തായാൽ എന്തായി? 2 കുത്തിയപ്പോൾ ഞാൻ തിരിച്ച് ഡെസ്ക്ടോപ്പിലെത്തി. ഡെസ്ക്ടോപ്പിലാണോ എന്ന് മനസ്സിലാക്കി PWD അഴിക്കാം. ഓക്കെ, നമ്മൾ ഡെസ്ക്ടോപ്പിലാണുള്ളത്. ഓക്കെ, ഒബ്വിയസ് ഐ എം സ്കിമ്മിങ് ത്രൂ. ഓൾറൈറ്റ്. ഇനി നമ്മളിവിടെ 3 കമാൻഡ്സ് പഠിച്ചു. ഓക്കെ, 3 കമാൻഡ്സ് നമ്മൾ ഏതെല്ലാം പഠിച്ചത്? ഞാൻ പെട്ടെന്ന് ചോദിക്കാം. ഓക്കെ, ലെറ്റ് മീ കോൾ ഔട്ട് നെയിംസ്. ലെറ്റ് മീ കോൾ ഔട്ട് നെയിംസ്. ബ്രദർ ഇൽഹാം, എന്താണ് LS? എന്താണ് LS? എന്താ? What does LS do? I'm going to call out. Others don't answer. Brother Ilham, what does LS do? Jazakallah khair. List items. All right. Okay. Sister, okay, അവരിപ്പോൾ ജോയിൻ ചെയ്താൽ തോന്നുന്നു. ഓക്കെ, സിസ്റ്റർ ആമിയ, എനിക്ക് ബാക്കോട്ട് പോകണം. ഞാനിപ്പോൾ ഡയറക്ടറിയിലാണുള്ളത്. ആ ഡയറക്ടറിയിൽ എനിക്ക് ബാക്കോട്ട് പോകണം. എന്ത് കമാൻഡാണ് ഞാൻ കൊടുക്കുക? ഞാൻ ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് എനിക്ക് ബാക്കോട്ട്. ജസാക്കല്ലാഹ് ഖൈർ സിസ്റ്റർ ആമിയ. CD ... Exactly. I'm going to call out names. All right. Okay. അടുത്ത. Okay. സിസ്റ്റർ നഹ്മ, ഇപ്പൊ ഞാൻ എവിടെയാണ് ഉള്ളത് എന്ന് എങ്ങനെ എനിക്ക് മനസ്സിലാവുക? ഞാൻ എവിടെയാണ് ഉള്ളത്? Which direction? Jazakallah khair. Barakallah fiki. PWD. Yes, P small letter. Okay, PWD. Yes. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത്, ആസ് ഓഫ് നൗ നമ്മൾ പഠിച്ചത് 3 കമാൻഡാണ്. LS, PWD, CD-ന്റെ ബാക്കോട്ട് പോകുന്ന ഫ്രണ്ടോട്ട് പോകുന്ന നമ്മൾ പഠിച്ചു. ഓൾറൈറ്റ്. ഇനി ദ സ്ക്രീൻ ഇസ് എ മെസ്. സ്ക്രീൻ എങ്ങനെ ക്ലിയർ ചെയ്യുക? ക്ലിയർ ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ക്ലിയർ എന്നടിക്കാം. ഓക്കെ, ക്ലിയർ എന്ന് വെച്ചാൽ ക്ലിയർ ആവും. ഇനി അതല്ല, ഞാൻ ഇപ്പോൾ കുറേ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട്, ഓക്കെ, ഇനി എനിക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ Ctrl L അടിച്ചാലും മതിയാവും. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ ബ്രദർ ഇൽഹാം. Ctrl L. റൈറ്റ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എനിക്കിനി ഇതിലൊരു ഫയൽ ഉണ്ടാക്കണം. ഇപ്പം കുറ്റ്യാടിയിൽ നിന്ന് ഉണ്ടാക്കിയതുപോലെ എനിക്ക് ഒരു നമ്മൾ GUI-ൽ ഒരു പുതിയ ഫയൽ ഉണ്ടാക്കണമെങ്കിൽ ക്വൈറ്റ് ഒബ്വിയസ് ആണ്. ഞാനിങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ ക്രിയേറ്റ് ഫോൾഡർ കൊടുക്കുക. എന്താണ്? വാട്ട് ഡു വി നെയിം ദ ഫോൾഡർ? Give me a name. The first one gets to name it. Give me a name. Any name. Folder 1. All right. Folder 1. All right. ഇനി ഞാൻ എങ്ങനെയാണ് ഇതിൽ ഉണ്ടാക്കുക? ഇതിൽ GUI-ൽ എങ്ങനെ ഉണ്ടാക്കുക? എക്സാക്ട്ലി. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ലൈവ് സെഷനിൽ, ഇത് റെക്കോർഡ് സെഷനിൽ പറഞ്ഞതാണ്. നമ്മളിത് ഫിനിഷ് ചെയ്താണ്. മേക്ക് ഡെർ, നമ്മൾ അന്ന് മട്ടന്നൂർ ഉണ്ടാക്കിയിരുന്നു, അതുകൊണ്ടാണ്. മേക്ക് ഡെർ ഫോൾഡർ 1. ഫോൾഡർ ഉണ്ടാവോ? മേക്ക് ഡെർ ഫോൾഡർ 1 ബിഫോർ ഐ ക്ലിക്ക് എൻ്റർ. ഉണ്ടാവോ? എല്ലാവരും കൂടി പറ, ഉണ്ടാവോ? Inshallah. Yes, obviously, inshallah. Good game. No. Yes or no? Yes or no? Folder 1 ഉണ്ടാവോ? Yes. Yes ആണ്. എല്ലാവരും പറഞ്ഞു yes ആ? ബ്രദർ ഇൽഹാം yes പറഞ്ഞു, no പറഞ്ഞു. സ്പേസ്? No. Jazakallah khair. Already there. നമുക്ക് നോക്കാം. ഇല്ല. Make dir cannot create directory folder 1. കാരണം എന്താണ്? ഓൾറെഡി അതുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? Make dir folder 2. Exactly. Sorry. Make dir folder 2. All right. Folder 2. ഇവിടെ folder 2 നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ? All right. അപ്പൊ അതുപോലെ നമുക്ക് ഒരേ സാധനം നമ്മൾ രണ്ടിലും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. ഇനി ലിനക്സിനെ പറ്റി ഞാൻ വലിയൊരു ഫിലോസഫി പറയാൻ പോവാണ്. ഓക്കെ, ലിനക്സിൽ എല്ലാം ഫയലുകളാണ്. എല്ലാം ഫയലാണ്. അതായത് നിങ്ങൾ ഫോൾഡേഴ്സ് ഒബ്വിയസ്ലി ഫയലാണ്. നിങ്ങൾ മൗസ് കണക്ട് ചെയ്താൽ അത് സ്റ്റോർ ചെയ്യുക ഫയലായിട്ടാണ്. നിങ്ങളുടെ പാസ്വേഡ്സ് ഫയലായിട്ടാണ് സ്റ്റോർ ചെയ്യുക. നിങ്ങളൊരു USB കുത്തിയാൽ അത് ഫയലായിട്ടാണ് സ്റ്റോർ ചെയ്യുക. എല്ലാം അത് സ്റ്റോർ ചെയ്യുന്നത് ഫയലായിട്ടാണ്. നെറ്റ്വർക്ക് കോൺഫിഗറേഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, എല്ലാം ഫയലായിട്ടാണ്. ഓക്കെ, ഫയലായിട്ടാണ് സ്റ്റോർ ചെയ്തതെങ്കിൽ നമുക്ക് ആ ഫയലിൻ്റെ ഉള്ളിൽ കയറി, ഇപ്പം ലെറ്റ്സ് ഞാനിവിടെ ഇവിടെ പോയിട്ട് നോട്ട്സിൽ പോയിട്ട്
I love ഇളനീർ ഷേക്ക്. ഓക്കെ, ഞാനിത് സേവ് ചെയ്യാണ്. സേവ് ആസ് ഡെസ്ക്ടോപ്പ് നെയിം ഇളനീർ ഷേക്ക്. ഓക്കെ ഓക്കെ, ഞാൻ ഇളനീർ ഷേക്ക് ഇവിടെ ഉണ്ടാക്കി. ഐ മീൻ ഇളനീർ ഷേക്കിൽ ഉണ്ടാക്കി, ഇളനീർ ഷേക്ക് എന്ന് പറയുന്ന ഫയൽ ഉണ്ടാക്കി. ഓൾറൈറ്റ്, ഇനി ഇളനീർ ഷേക്ക് ഡെസ്ക്ടോപ്പിൽ എത്തിനോ നമ്മൾ എങ്ങനെയായിരുന്നു നോക്കുക? ഞാൻ ഐ എം ഗോയിങ് ടു question you again and again. Okay, ഇളനീർ ഷേക്ക്. Okay, don't answer. Let me call out a name. ബ്രദർ അൻസൽ, ഇളനീർ ഷേക്ക് ഡെസ്ക്ടോപ്പിൽ എത്തിനോ നമ്മൾ എങ്ങനെയാ നോക്കുക? കമാൻഡ് ലൈനിൽ ഇതിൽ ഒബ്വിയസ്ലി നമുക്ക് അറിയാം ഷുക്കൂർ ഇവിടെ ഉണ്ട്. ജസാക്കല്ലാഹ് ഖൈർ, ls with a small. ഓക്കെ, ഇളനീർ ഷേക്ക്. ഓക്കെ, ഇളനീർ ഷേക്കിന്റെ ഉള്ളിൽ എങ്ങനെ പോകും? CD അടിച്ചു നോക്കാം അല്ലെ, നമ്മൾ CD പഠിച്ചില്ലേ? ഓക്കെ, നമുക്ക് CD അടിച്ചു നോക്കാം. CD ഇളനീർ ഷേക്ക്. ഇളനീർ ഷേക്ക് അല്ല, ഫസ്റ്റ് ഈ ക്യാപിറ്റൽ ഇളനീർ ഷേക്ക്. പോകുന്നില്ല, എന്തുകൊണ്ടാ? നോക്കി ആൻസർ. ഇളനീർ ഷേക്കിന്റെ ഉള്ളിൽ പോകാൻ പറ്റുന്നില്ല. ജസാക്കല്ലാഹ് ഖൈർ. CDന്റെ ഫുൾ ഫോം എന്താ? CDന്റെ ഫുൾ ഫോം എന്താ? ചേഞ്ച് ഡിറക്ടറി. ഡിറക്ടറി എന്ന് വെച്ചാൽ ഫോൾഡർ ആണ്. ഇളനീർ ഷേക്ക് എന്തല്ല? ഇളനീർ ഷേക്ക്. ഓക്കെ, ഇളനീർ ഷേക്ക് ഫോൾഡർ ആണോ അല്ലയോ നമുക്ക് നോക്കാൻ ഒരു വഴിയുണ്ട്. ഒബ്വിയസ്ലി ഇളനീർ ഷേക്ക് ഫോൾഡർ അല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ലൈവ് പഠിച്ച പോലെ LA എന്ന് കൊടുത്താൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇളനീർ ഷേക്ക് ഓക്കെ, ഇവിടെ കഴിഞ്ഞ ക്ലാസ് എത്ര ആൾ ശ്രദ്ധിച്ചു നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഇത് ഇളനീർ ഷേക്ക് ഫോൾഡർ അല്ല എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ലെറ്റ് മീ കോൾ എ നെയിം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. ഓക്കെ സിസ്റ്റേഴ്സ്, എന്നാ ഈ -RW -RW-R-. ഇത് നോക്കിയിട്ട് ഇത് ഫയലാണ് ഫോൾഡർ അല്ല എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മള് ലൈവിൽ പറഞ്ഞിരുന്നു. ജസാക്കല്ലാഹ് ഖൈർ. ഡി ഇല്ല. എവിടെ ഡി ഇല്ല? ഈ തുടക്കത്തിൽ ഡി ഇല്ല. തുടക്കത്തിൽ ഫോൾഡർ ആണെങ്കിൽ തുടക്കം ഡി ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇപ്പൊ ഫോൾഡർ 1 കണ്ടോ, ഡി ഉണ്ട്. യെസ്, ബ്ലൂ ആണ് ഫോൾഡർ, അത് നോക്കാം. എക്സാക്ട്ലി, മോർ ഒബ്വിയസ്, അതാണ് ഈസി. ഇതിന് നമ്മൾ എന്തായിരുന്നു പറയാ? ഈ DW ഇതിനെന്തായിരുന്നു പറയാ? ഈ ഷുക്കൂറിന് എന്തായിരുന്നു പറയാ? വാട്ട് ആർ വി ലുക്കിംഗ് അറ്റ്? ജസാക്കല്ലാഹ് ഖൈർ ബ്രദർ മുഹമ്മദ്. ഫയൽ പെർമിഷൻസ്. ഗുഡ്. ഓക്കെ, ഐ എം ഹാപ്പി നിങ്ങൾ കേട്ടു എന്ന് പറഞ്ഞില്ല. ഓക്കെ ഗുഡ്. അപ്പൊ ഇളനീർ ഷേക്ക് ഫയലാണ്, ഫോൾഡർ അല്ലാന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇളനീർ ഷേക്കിന്റെ ഉള്ളിൽ എങ്ങനെ പോവാ? നമ്മൾ ഇളനീർ ഷേക്കിന്റെ ഉള്ളിലാ എന്താണ് അമ്മൻ എഴുതിയത് എന്ന് കണ്ടുപിടിക്കണം. അവിടെയാണ് യെസ്, വി ആർ ലേണിംഗ് എ ന്യൂ കമാൻഡ് ആൻഡ് ഇറ്റ്സ് കോൾഡ് പൂജ. ക്യാറ്റ് എന്ന് വെച്ചാൽ കോൺകാറ്റിനേറ്റ്. ഈ കോൺകാറ്റിനേറ്റിലെ ഈ ക്യാറ്റിനെയാണ് നമ്മൾ ക്യാറ്റ് കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാറ്റ് കമാൻഡ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ പെൻസിലിൽ വെക്കാം. നമ്മൾ എന്താണോ നമ്മളുടെ ഫയലിന്റെ ഉള്ളിലുള്ള സാധനം അത് നമുക്ക് വലിച്ച് കാണിച്ചു തരും. എന്ത് സാധനം എടുത്ത് പുറത്തിട്ട് തരും. ഓക്കെ, അപ്പൊ ക്യാറ്റ് ഇളനീർ ഷേക്ക്. ക്യാറ്റ് ഇതിലിടണമെന്ന് തോന്നുന്നു അല്ലേ? ഇളനീർ ഷേക്ക്. യെസ്, സോറി, സിംഗിൾ കോട്ടിലിടണം. ഓക്കെ, ഐ മേക്ക് മിസ്റ്റേക്സ്. ഒക്കെ ഞാൻ നിങ്ങളിൽ തന്നെ പഠിക്കുകയാണ്. ഓക്കെ, ബറക്കല്ലാഹ്. ക്യാറ്റ് സിംഗിൾ കോട്ട് ഇളനീർ ഷേക്ക്. ഓക്കെ, എന്തുകൊണ്ട് കോട്ട് ഇടണം? കോട്ട് എന്തിനായിട്ടുണ്ട്? അത് ജസാക്കല്ലാഹ് ഖൈർ സിസ്റ്റർ ആമിയ. ആ ഫയലിൽ സ്പേസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങൾ ഓക്കെ എനിവേസ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല. പിന്നെ നമ്മൾ വേറെ രീതിയിലേക്ക് പോകും. ഓക്കെ, അപ്പം ക്യാറ്റ് കമാൻഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ആ ഫയലിൻ്റെ ഉള്ളിലുള്ളത് അത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ എന്തിനാ പറഞ്ഞറിയോ? നമ്മൾ ഇനി തൊട്ട് മുമ്പ് പറഞ്ഞു കാലി ലിനക്സിലെ എല്ലാം നമ്മളുടെ ഡിവൈസസ് ആയിക്കോട്ടെ, പാസ്വേഡ്സ് ആയിക്കോട്ടെ, നമ്മളുടെ USB കണക്ട് ചെയ്തായിക്കോട്ടെ, എന്തിന് ഈ നമ്മൾ അടിക്കുന്ന ക്യാറ്റ് ആയിക്കോട്ടെ, ഈ കമാൻഡ്സിലെ അതെല്ലാം ഫയലായിട്ടാണ് സ്റ്റോർ ചെയ്തത്. ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ക്യാറ്റിനെ നമുക്ക് ക്യാറ്റ് ചെയ്യാൻ പറ്റും. ക്യാറ്റ് കമാൻഡ് എന്ന് പറയുന്നത് ഒരു ഫയലാണ്. അപ്പൊ ക്യാറ്റ് കമാൻഡിന്റെ ഉള്ളിലുള്ള ക്യാറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.
cat. വർക്ക് ചെയ്യോ? നിങ്ങൾ പറ. Give me a yes or no. It's fine. We make mistakes. We learn via mistakes. കണ്ടിട്ട് തോന്നുന്നില്ല. cat. No. cat നമുക്ക് അടിച്ചു നോക്കാം. cat വർക്ക് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ, ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിൽ കാറ്റ് എന്ന് പറയുന്ന സാധനമില്ല. അപ്പം ദാറ്റ് ബെഗ്സ് ദ ക്വസ്റ്റ്യൻ, പിന്നെ എവിടെയാണ് ഈ ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമുക്ക് തിരിച്ചു പോകുന്നു. ഫ്ലാഷ് ബാക്ക്. LS. ഓക്കെ, സോറി CD, നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ? ഇറ്റ്സ് ഫൈൻ. LS CD LS. Ladies and gentlemen, introducing you to root. റൂട്ടിലാണ്. റൂട്ട് എന്ന് പറയുന്നത് ഒരു യൂസർ അല്ല, പക്ഷേ ഈ റൂട്ടാണ് എല്ലാം. റൂട്ടാണ് എന്താ, നമുക്കൊരു യൂസർ അല്ല, പക്ഷെ ഒരു സൂപ്പർ യൂസറാണ്. സൂപ്പർ യൂസർ എന്നുള്ള വേർഡ് കേട്ടോ. അതായത് എല്ലാം റൂട്ടാണ്. എന്ത് അതിൻ്റെ എക്സാക്ട് ഡെഫിനിഷൻസ് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ, ഓൾറൈറ്റ്, റൂട്ടാണ് എല്ലാത്തിൻ്റെയും ഹൗസ് കീപ്പർ. ഓക്കെ, റൂട്ടിൻ്റെ എല്ലാത്തിൻ്റെയും ബോയിലിംഗ് ഡൗൺ ടു റൂട്ട്. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക, നമ്മൾ ഈ കമാൻഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഷുക്കൂർ എവിടെയാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് അറിയാൻ വഴിയില്ല, എനിക്കിതറിയാം. കാരണം ഞാനിത് പഠിച്ചതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് എങ്ങനെ ജന്മനാ ജനിച്ചിട്ട് ഇപ്പോൾ പഠിച്ചു ഇതൊന്നല്ല. നമ്മളിങ്ങനെ പഠിക്കുമല്ലോ, ഇങ്ങനെ പഠിക്കാം. CD ബിൻ. ഓക്കെ, ബിന്നിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. LS. ബിന്നിൻ്റെ ഉള്ളിലാണ് പ്രിയപ്പെട്ടവരെ എല്ലാം സാധനവും ഉള്ളത്. ഓക്കെ, ഇപ്പം ബിന്നിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് നോക്കാം? നമ്മൾ LS ഉണ്ടോ നോക്കാം. LS. Wait. ബിന്നോ എസ് ബിന്നോ നമുക്ക് പരിചയമുള്ള LS. ഓ പി ഇത് ഒരുപാടുണ്ട്. സോറി, ഞാൻ മറ്റേ എൻ്റെ സ്ക്രീനും എൻ്റെ മൗസോടെ പോയി. Just a second. Just give me a second. My computer is acting up. Oh, Control Alt. Mouse അതിൻ്റെ ഉള്ളിലാണല്ലേ. Okay, just give me a second. Let me just. Okay. Oh, sorry. I'm back. Okay. സ്ക്രീന് കാണുന്നില്ല നിങ്ങൾ? Okay. Sorry. Yes. L. Oh, LS. Alhamdulillah, LS. ഓക്കെ, നിങ്ങൾ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? LS കാണുന്നില്ലേ? യെസ്, ജസാക്കല്ലാഹ് ഖൈർ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? LS എന്ന് പറയുന്നത് ബിന്നിൻ്റെ ഉള്ളിലുള്ള ഒരു കമാൻഡ്. ഈ ബിന്നിൻ്റെ ഉള്ളിലാണ് കമാൻഡ്സ്, നമ്മൾ ഒട്ടുമിക്ക എല്ലാ കമാൻഡ്സും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ബിന്നിൻ്റെ ഉള്ളിലാണ്. അപ്പൊ ബിൻ ഒരു ഫയലാണെങ്കിൽ, LS ഒരു ഫയലാണെങ്കിൽ അതൊരു കമാൻഡാണ്, അതൊരു ഫയലുമാണ്. ഫയലിനെ നമുക്ക് കാറ്റ് അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റുമെങ്കിൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? ദാറ്റ് മീൻസ് LSൻ്റെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ സ്ക്രോൾ വീൽ ഉണ്ട് അല്ലേ? ജസാക്കല്ലാഹ് ഖൈർ. സംടൈംസ് ബ്രെയിൻ റോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? കാറ്റ് LS. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഇതെന്താ സംഭവം എന്ന്? മനസ്സിലായില്ലേ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലായില്ലേ? ഇത് മനസ്സിലായില്ല? ബാക്കി എല്ലാവർക്കും മനസ്സിലായി? ബ്രദർ നിഹാൽ, ഇത് ആർക്കും മനസ്സിലായി? ദിസ് നോട്ട് ഹ്യൂമൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് മനസ്സിലാവും വൺസും സീറോസും, അതായത് ഇറ്റ്സ് ദം ടോക്കിംഗ്. അവരുടെ ഉള്ളിലത്തെ കുടുംബ ചർച്ചയാണ്. നമുക്ക് മനസ്സിലാവേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് മനസ്സിലാവുക അതായത് നമ്മൾ അതിനോട് LS എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളാണ് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് സാധനം ലിസ്റ്റ് ചെയ്ത് തരും, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് യു മേ ബി എ റോബോട്ട്. ഓക്കെ, പ്ലീസ് ലീവ് ദി മീറ്റ്. അപ്പോൾ ആസ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, അൽഹംദുലില്ലാഹ്, യു ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ഫയല്, നമുക്ക് ഈ ഇളനീർ ഷേക്കിന് നമ്മളെങ്ങനെയായിരുന്നു GUIയിൽ ഇളനീർ ഷേക്കിനെ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഞാൻ എന്താ ചെയ്യുക? I'll just copy
I'll just paste, or I can do control D. Then control D same command ആണോ? Control D ഇതിൻ്റെ same എല്ലാം തോന്നുന്നു. I can just copy this. I can paste. Okay, വേറെ ഇളനീർ ഷേക്ക് വന്നു. Okay, I can ഇളനീർ ഷേക്കിന്റെ പേര് മാറി ഇവിടെ വണ്ണുന്നുണ്ട്, കോപ്പി ഓൺ ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ എനിക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ കോപ്പി ചെയ്യാം? ഓക്കെ, ഓക്കെ, ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഞാൻ കോപ്പി ചെയ്യാം? ഇതിൻ്റെ അകത്ത് ഞാൻ കോപ്പി ചെയ്യാം. കണ്ടോ? വെയിറ്റ്, ഇനി കോപ്പി ചെയ്യാൻ നമ്മൾ തിരിച്ച് ഓക്കെ, നമുക്ക് വേറെ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, വേറെ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ls cd dex, ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാണ്, ഡെസ്ക്ടോപ്പ് ls ഇളനീർ ഷേക്ക്. ഓക്കെ, അപ്പം ഓക്കെ, ഇനി നമ്മൾ പഠിക്കുകയാണ് കോപ്പി ചെയ്യാൻ ഏതാണ് കമാൻഡ്? ന്യൂ കമാൻഡ്. വി ആർ ലേണിംഗ് എ ന്യൂ കമാൻഡ്, cp. സെൽഫ് എക്സ്പ്ലനേറ്ററി, ഐ എം നോട്ട് ഗോയിങ് ടു ഗോ. കോപ്പിന്റെ cp. ഓൾറൈറ്റ്, കോപ്പി നമ്മൾ എന്ത് ചെയ്യും? കോപ്പി സിംഗിൾ കോട്ട് ഇളനീർ ഷേക്ക്. ഓക്കെ, പിന്നെ എന്തിലേക്കാണ് ഇത് കോപ്പി ചെയ്യേണ്ടത്? ഓക്കെ, കോക്കോനട്ട് ഷേക്ക്. ഓക്കെ, വോല കോക്കനട്ട് ഷേക്ക് ഇവിടെ വന്നു. ഓക്കെ, സെയിം സാധനം തുറന്നു നോക്കിയാൽ ഇളനീർ ഷേക്ക് തന്നെയാണുള്ളത്. ഓക്കെ, സെയിം സാധനം, ജസ്റ്റ് നമ്മൾ എന്തല്ല വന്നിപ്പം ക്ലിയർ അല്ലേ? cp കമാൻഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് കീപ് സമയം 9:30. ഓക്കെ, ഗുഡ് അൽഹംദുലില്ലാ. ഓക്കെ, cp കമാൻഡ്. ഓക്കെ, ഞാൻ ഇത് പറഞ്ഞത് ഇളനീർ ഷേക്ക് കോപ്പി അടിക്കാനല്ല. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ls കമാൻഡ് എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് നമ്മൾ ls കമാൻഡ് ഒരു ഫയലാണെങ്കിൽ ഫയലിനുള്ളിൽ നമുക്ക് നേരത്തെ കാണാൻ പറ്റി. അതിന്റെ അർത്ഥം ls കമാൻഡ് എനിക്ക് കോപ്പി ചെയ്തിട്ട് വേറെ പേരാക്കാം. ഓക്കെ, എനിക്ക് ls കമാൻഡ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ls. ഓക്കെ, ഇനി ഇവിടെ കണ്ടോടെ ഈ കമാൻഡ്, ഈ ടെർമിനൽ നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഓക്കെ, ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ, ls എന്ന് മാറ്റിയിട്ട് അവിടെ അതിന് നമുക്ക് ഷുക്കൂർ എന്നാക്കണം. അപ്പം അതായത് ഷുക്കൂർ എന്ന് അടിച്ചാൽ ലിസ്റ്റ് ചെയ്യണം. വാട്ട് വുഡ് ബി ദ കമാൻഡ്? അതായത് ഇനി മുതൽ ഇതാണ് എനിക്ക് വേണ്ടത്. ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇപ്പോൾ ടെർമിനലിൽ പോയിട്ട് ഇപ്പം ഷുക്കൂർ എന്നടിച്ചാൽ ഒന്നും വരുന്നില്ല, കമാൻഡ് നോട്ട് ഫൗണ്ട് എന്ന് വരുന്നത്. പക്ഷേ ls എന്നടിച്ചാൽ സാധനം വരുന്നുണ്ട്. എനിക്ക് എന്ത് വേണം? എനിക്ക് ls എന്നല്ല വേണ്ടത്, എനിക്കത് ഷുക്കൂർ എന്നാക്കണം. എന്ത് ചെയ്യും? Exactly, we just copy the file. We just copy cp ls shukur. cp cannot create regular file shukur, permission denied. നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. പെർമിഷൻ ഡിനൈ ചെയ്താൽ ചേടാ എന്നെങ്ങനെ പറയാം? ജസാക്കല്ലാഹു ഖൈർ ബദ മുഹമ്മദ് സുഡോ സൂപ്പർ യൂസർ ഡു. അപ്പം സുഡോ അല്ലെങ്കിൽ സുഡോ cp ls, അതായത് കോപ്പി ചെയ്യണം. എന്താണ് കോപ്പി ചെയ്യേണ്ടത്? ls ആണ് കോപ്പി ചെയ്യേണ്ടത്. അത് എന്തിലേക്കാണ് കോപ്പി ചെയ്യേണ്ടത്? ഷുക്കൂറിലേക്കാണ് കോപ്പി ചെയ്യേണ്ടത്. ഓക്കെ, പാസ്വേഡ് ചോദിക്കുന്നു. എൻ്റെ പാസ്വേഡ് ഞാൻ അടിക്കുന്നു. എന്താ സംഭവിച്ചത്? ഐ ഡോണ്ട് നോ. ഒന്നും സംഭവിച്ചിട്ടില്ല, പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ പോയി ഇവിടെ പോയിട്ട് ഞാൻ ഐഡിയലിസ്റ്റിക്കലി ls എന്നടിച്ചാൽ സാധനം വരുന്നുണ്ട്, ഷുക്കൂർ എന്നടിച്ചാൽ സാധനം വരണം. നോക്കാം. ഷുക്കൂർ ഓല. ഇനി ഷുക്കൂർ എന്നടിച്ചാൽ എന്ത് ചെയ്തു? ഷുക്കൂർ എന്നടിച്ചാൽ ls-ന്റെ സെയിം സാധനം അത് വർക്ക് ചെയ്യുന്നുണ്ട് ഉള്ളിൽ. ഓക്കെ, ക്ലിയർ ആയോ? ഐ ആം ഗോയിങ് ടു ഫാസ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്താണ്? യെസ്. ഓക്കെ, തക്രീബൻ ക്ലോസ്. ബാക്കി യെസ് കാണുന്നില്ലല്ലോ. 1 2 3 മൂന്നാളെ കാണുന്നുള്ളൂ. ഇൽഹാം, ജസ്റ്റാമിയ, അൻസൽ, മുഹമ്മദ്. ആർക്കും മനസ്സിലായില്ലല്ലോ. റീനെയിം ചെയ്യാൻ പറ്റില്ല. റീനെയിം ചെയ്യാൻ പറ്റുമോ? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. റീനെയിം ചെയ്യാനുള്ള കമാൻഡ് എന്താണ്? ഗുഡ്. നമുക്ക് ഓക്കെ, റീനെയിം ചെയ്യാൻ എന്താണ് കമാൻഡ്? ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക്
നമുക്ക് ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, LS ചെയ്താൽ ഷുഡൻ കം. അത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ LS നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോയിരുന്നത് എന്താന്ന് വെച്ചാൽ LS പിടിച്ചിട്ട് ഷുക്കൂറിലിടും. ഓക്കെ, രണ്ടും സെയിം ആയി. എന്നിട്ട് LS ഡിലീറ്റ് ചെയ്താൽ ഷുക്കൂർ മാത്രം ബാക്കിയായി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റീനെയിം ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് ചെയ്യുക നമുക്ക് ചോദിച്ചു. ഇനി നമുക്കൊരു കമാൻഡ് അറിയില്ല, നമുക്ക് എന്താ ഇപ്പൊ റീനെയിം എന്ന് പറയുന്ന ഒരു കീവേഡ് അല്ലെങ്കിൽ ഒന്നിനെ പിടിച്ചിട്ട് ഇപ്പുറത്ത് ഇടണം. ഓക്കെ, കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറ്റണം. ഓക്കെ, മൂവ് ചെയ്യണം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കീവേഡ്. നമ്മൾ എന്താ ചെയ്യുക, ഇനിയാണ് നമ്മൾ ഒരു കമാൻഡ് നമുക്ക് അറിയില്ലെങ്കിൽ ഉള്ള നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇതൊരു ഗ്രീക്ക് ഫിലോസഫറിന്റെ പേര് പോലെ തോന്നും, അപ്രോപോസ്. ഓക്കെ, നമുക്കിവിടെ എന്ത് ചെയ്യാം, ലെറ്റ്സ് ട്രൈ റീനെയിം അടിച്ചു നോക്കാം. ഓക്കെ, റീനെയിം എന്ന് പറയുന്ന അതായത് ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് സോറി മിസ് ദാറ്റ് പാർട്ട് അഗൈൻ. ഗുഡ് ഐ ആം ഹാപ്പി ടു എക്സ്പ്ലെയിൻ അഗൈൻ. അതായത് നമുക്കൊരു കമാൻഡ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാം, പക്ഷേ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ലോങ് സ്റ്റോറി ഷോർട്ട്, ഐ ജസ്റ്റ് ഗിവ് യു എ ഹാക്ക്, ജസ്റ്റ് ആസ്ക് ChatGPT. ഓക്കെ, പക്ഷേ ബാക്ക് ഇൻ ദ ഡേയ്സ് വെൻ ChatGPT ഡിഡ് നോട്ട് എക്സിസ്റ്റ്, ആൾക്കാർ എന്താ ചെയ്തിരുന്നത്? ഓക്കെ, അവർക്ക് അറിഞ്ഞൂടാ. ഇപ്പം ChatGPT നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന, യെസ് ഒബ്വിയസ്ലി ChatGPT ഡിപ്പെൻഡ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ക്ലോഡ്, ഞാൻ ChatGPT കാരണം ക്ലോഡാണ് പ്രിഫർ ചെയ്യുക. പക്ഷെ നമ്മൾ അത് മാത്രം ഇതായാലും പഠിക്കൂല. ഓക്കെ, നിങ്ങൾ കുറച്ച് പഠിച്ച് പിന്നെ മറന്നുപോയിട്ട് നോക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഫസ്റ്റ് തന്നെ ChatGPT നമ്മൾ പഠിക്കൂല. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ളൊരു ഫീച്ചറാണ്, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഒരു കമാൻഡ്, ഓക്കെ ലെമി, അതെൻ്റെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ള ഞാൻ പഠിപ്പിക്കാൻ പോയതായിരുന്നു. ബട്ട് സാഹചര്യം വന്നുകൊണ്ട് ഇപ്പം തന്നെ പഠിപ്പിക്കാം. ഉദാഹരണത്തിന് നമുക്കിപ്പം എന്താണ് LS കമാൻഡ് എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞൂടാ. LS കമാൻഡ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. സോ who do we call? You call the man. Exactly, you call the man. Tell me what's LS. Voila, നിങ്ങൾക്കൊരു വലിയ നോവൽ അത് പറയും. LS എന്ന് വെച്ചാൽ ലിസ്റ്റ് ഡയറക്ടറി, കോണ്ടെക്സ്റ്റ്, ഡിസ്ക്രിപ്ഷൻ, ലിസ്റ്റ്, ഇൻഫർമേഷൻ അബൌട്ട് ദ ഫയൽ, ദ കറന്റ് ഡയറക്ടറി ബൈ ഡിഫോൾട്ട്, സോർട്ട് എൻട്രീസ്, ആൽഫബറ്റിക്കൽ, അതെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ കൂടെ നമ്മൾ ഓക്കെ വെയിറ്റ് ഞാൻ ഇത് ക്ലോസ് ചെയ്യട്ടെ. Let me call someone out. Sister Farzana, നമ്മൾക്ക് ഹിഡൻ ഫയൽസ് കാണണമെങ്കിൽ എന്തായിരുന്നു കമാൻഡ്? ഹിഡൻ ഫയൽസ് കാണണം. If you don't know, it's fine. Do you know? Okay. Jazakallah khair. It's okay. ഇത് പെട്ടെന്ന് നമ്മൾ പഠിയൂല, അത് ഇങ്ങനെ തന്നെ പഠിയാം. ഓക്കെ, ഞാൻ നിങ്ങൾ പഠിപ്പിക്കുമ്പം പഠിച്ചുകൊള്ളാണ് എനിക്കിത് ഓർമ്മ വന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇത് ഷുക്കൂർ ഞാൻ അടിക്കുന്നില്ല, പിന്നെ കൺഫ്യൂഷൻ ആവും. LS എന്ന് അടിച്ചാൽ പെർമിഷൻസ് ആണ് വരിക. ഓക്കെ, ഒരുപാട് ഹിഡൻ ഫയൽസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണെങ്കിൽ ഹിഡൻ ഫയൽസ് ആണ് വരിക. പക്ഷെ ഇത് നമ്മൾ പഠിച്ചുകൊണ്ടല്ല അറിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുക, ഇവിടെ പോയിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. എ അടിച്ചാൽ ഡു നോട്ട് ഇഗ്നോർ എൻട്രി സ്റ്റാർട്ടിംഗ് വിത്ത് ഡോട്ട്. ഓക്കെ, അത് ഓൾമോസ്റ്റ് ഹിഡൻ ഫയൽസ് എല്ലാം കാണിക്കും. ഓക്കെ, അങ്ങനെ എല്ലാ അതിൻ്റെ നമ്മൾ അന്ന് പറഞ്ഞ മയണൈസ് എന്ന് പറഞ്ഞ പോലെ എക്സ്ട്രാ ആഡ് ഓൺസ്, എല്ലാ നോൺ ടെക്നിക്കൽ ടേം ആഡ് ഓൺസ് ഒക്കെ കാണിക്കും. ഓക്കെ, അത് നമുക്കൊരു യൂസർ കമാൻഡ് എന്താണെന്ന് അറിഞ്ഞൂടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു നോവൽ വേണ്ട, ക്വിറ്റ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതിൻ്റെ കൂടെ വരുന്ന ഈ ആഡ് ഓൺസ് എന്താ വേണ്ടതെന്ന് മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ അടിച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാത്ത ഞാൻ ചാടിക്കേരി പറയുന്നുണ്ടാണ്. ഓക്കെ, ഐ എം ഗോയിങ് ബിയോണ്ട് മൈസെൽഫ്. ഓക്കെ, എനിവേസ് മാനിന്ന് അടിക്കാം അല്ലെങ്കിൽ ഹെൽപ്പ് എന്ന് അടിക്കാം. ഇതെന്താണ് അറിയില്ലെങ്കിൽ. ഓക്കെ, എന്താണ് സംഭവിക്കുക അറിയില്ലെങ്കിൽ, what am I saying? എന്താണ് ഈ കമാൻഡ് കൊണ്ട് ചെയ്യാന്ന് അറിഞ്ഞൂടെങ്കിൽ, if you need help, you have the man, just call the man. Okay, or you can just ask ChatGPT, right? Okay, പക്ഷെ ഇവിടെ നമ്മളെ തിരിച്ചാണ്. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാം. വാട്ട് വാസ് ദി അതർ വൺ? യെസ്, നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാം, പക്ഷെ അതിനുള്ള കമാൻഡ് അറിയില്ല. അപ്പം നമ്മൾ വിളിക്കുന്ന ഗ്രീക്ക് ഫിലോസഫർ, വി ഡോണ്ട് കോൾ ഗ്രീക്ക് ഫിലോസഫേഴ്സ്, വി ഓൺലി കോൾ അല്ലാഹ്. പക്ഷേ ഇവിടെ we calling in as in the terminal apropos.
അപ്രോപ്പോസ്. ഓക്കെ, അപ്രോപ്പോസ് ഇപ്പം സിസ്റ്റർ നാമ ചോദിച്ചോളൂ തന്നെ നമുക്ക് റീനെയിം ചെയ്യണം. സോ വാട്ട് ഡു വി ആസ്ക്? അപ്രോപ്പോസ് ടെൽ മീ, റീനെയിം ചെയ്യണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പം അപ്രോപ്പോസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതാ മൂവ് MV ആണ് നമുക്ക് വേണ്ടത്, റീനെയിം ഫയൽസ്, വാല, ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സേ വി ആർ ലിവിങ് in black and white times. ChatGPT does not exist. Okay, അപ്പോൾ നമുക്ക് LS, ഓക്കെ, LS ബിന്നിൽ LS എന്ന് അടിച്ചാൽ കുറേ സാധനം വരും. ഇവിടെ നമുക്ക് വെയിറ്റ്, അതിന് മുമ്പ് നമുക്ക് ആരെ ഒഴിവാക്കണം? ഷുക്കൂറിനെ ഒഴിവാക്കണം. ഷുക്കൂറിനെ ഒഴിവാക്കട്ടെ, ഷുക്കൂറിനെ ഒഴിവാക്കണം. ഷുക്കൂർ വർക്ക് ചെയ്യോ? What do you guys think? ഷുക്കൂറിനെ ഒഴിവാക്കോ? വർക്ക് ചെയ്യോ? വർക്കോ? Yeah, let's try. Remove write protected regular file Shukur. Yes. Permission denied. Sudo rm Shukur. Let Shukur be there. Okay, we'll let Shukur. Okay, khalas. Brother Nihal പറഞ്ഞുകൊണ്ട് ഷുക്കൂർ ആണെന്നോട്ടെ. ഓക്കെ, പക്ഷേ നമുക്ക് ഷുക്കൂറിനെ പിന്നെ കൊണ്ടുവന്നാൽ മതി, നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ, sudo rm ഷുക്കൂർ പോയി. Okay, Shukur bhai, let's bring Shukur back. Okay, let's bring Shukur back, but this time LS ന്റെ രൂപത്തിലല്ല, അവൻ തിരിച്ചു വരുന്നത് വേറെ രൂപത്തിലാണ്. നമുക്ക് PWD ന്റെ രൂപത്തിൽ വരണം. അതായത് നമുക്കിവിടെ പോയിട്ട് ഞാൻ ഇപ്പോൾ PWD എന്ന് അടിച്ചാൽ ഹോം കാലിന്ന് വരുന്നുണ്ട്. PWD എന്നല്ല എനിക്ക് വേണ്ടത്. എനിക്ക് ടൈപ്പ് ചെയ്യുമ്പം എന്ത് വരണം? എനിക്ക് ഷുക്കൂർന്ന് ടൈപ്പ് ചെയ്യുമ്പം PWD വരണം. അപ്പോൾ എന്തായിരിക്കും ടൈപ്പ് ചെയ്യുക? പക്ഷെ എനിക്ക് കോപ്പി ചെയ്തിട്ട് അങ്ങനെ ഇതെടുത്ത് ആടിട്ട് എന്നിട്ട് അതെടുത്ത് ഒഴിവാക്കി അങ്ങനല്ല. ഐ നീഡ് ഇറ്റ് ക്വിക്ക്. എന്താ ചെയ്യാ? എന്താ ചെയ്യാ? ഓക്കെ, ലെറ്റ്സ് ചെക്ക്. MV PWD ഷുക്കൂർ. sudo PWD അല്ല, sudo MV sudo MV PWD ഷുക്കൂർ. ഓക്കെ, ഷുക്കൂർ ഉണ്ടോന്ന് എങ്ങനെയാ നോക്കാം? അല്ല, PWD ഉണ്ടോ നോക്കാം. എന്തോ സംഭവിച്ചിന്, കാര്യമായിട്ടൊന്നും നമ്മളോട് പറയുന്നില്ല. നമുക്ക് ജസ്റ്റ് PWDന്റെ ഉള്ളിൽ പോയി നോക്കാം. PWD മോനെ ഉള്ളിൽ എന്താണത് പറയൂ. PWD ഇല്ല. കാരണം എന്താ? നമ്മൾ മൂവ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? ഡിന്റ് ആസ്ക് പാസ്വേഡ് ചോദിച്ചില്ല എന്നോട്. അല്ല, ശരിയാണല്ലോ, പാസ്വേഡ് ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് അടിച്ചുകൊണ്ടാവുന്നു. ഓ, ഹൗസ് വെയിറ്റ്. എനിവേസ്, അപ്പം PWD മൈൻഡ് എവിടെയോ പോയി. എന്തുകൊണ്ട് കാറ്റ് അടിച്ചിട്ട് PWD വരുന്നില്ല? കാറ്റ് അടിച്ചിട്ട് PWD വരുന്നില്ല. Why is it not coming? ആരെന്താ പറയത്? എക്സാക്ട്ലി, അത് ഷുക്കൂറിലേക്ക് റിമൂവ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് കാറ്റ് ഷുക്കൂർ നോക്കാം. വാല നല്ല ഉണ്ട്, പക്ഷെ എന്തോ ഉണ്ട്, കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്ലിയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഷുക്കൂർ അടിച്ചു നോക്കാം. വാല PWDന്റെ അതേ ഇത്. ഓക്കെ, now let me change that back because I don't want. Okay, sudo MV Shukur. I hope Shukur can go now. Thank you, Shukur. It was nice having you over. Your time is up. Bye-bye. All right. Cat Shukur. No such file as or directory hash. Okay. മനസ്സിലാകുന്നുണ്ടോ? Am I going too fast? Just let me know. Too fast? No? Good. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ലിനക്സിൽ എല്ലാം എന്താണ്? ഫയൽസ് ആണ്. എല്ലാം ഫയൽസ് ആണ്. Now, why is this a good thing? എന്തുകൊണ്ട് ഫയൽസ് ആയാൽ ഗുഡ് തിങ്? ദാറ്റ് മീൻസ് നമ്മൾ ഇനി അടുത്ത ആഴ്ചത്തെ സെഷനിലായിരിക്കും, അത് നെറ്റ്വർക്സിനെ പറ്റിയായിരിക്കും. അതിൻ്റെ അടുത്ത ആഴ്ചത്തെ സ്കാനിങ്ങിനെ പറ്റിയായിരിക്കും. perhaps 2 or 3 weeks later. ഓക്കെ, നമ്മൾ മെറ്റാസ്പ്ലോയിറ്റബിൾ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മൾ വേറെ മെഷീനിലേക്ക് ഹാക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ വേറെ മെഷീനിലേക്ക് ഹാക്ക് ചെയ്താൽ, അത് കാലി മെഷീൻ ആണെങ്കിൽ
അതെല്ലാം ഫയൽസ് ആണെങ്കിൽ now it's easy to read. We just need to know where the files are kept. Right? And that's a good thing. എല്ലാം ഫയൽസ് ആയിട്ടുണ്ടെങ്കിൽ copying is easier, pasting is easier, everything is a file. Right? Okay. What's next? What's next? Let me just check the syllabus. Okay. നമ്മൾ എന്ത് പറഞ്ഞു? ഞാൻ ls അടിച്ചു നോക്കാം. വെയിറ്റ്, cd 2 കുത്ത് ls അടിച്ചു നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് എല്ലാം സാധനങ്ങളും ഫയൽസ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് ഞാൻ ഈ ഉപയോഗിക്കുന്ന മൈക്കും, ഓക്കെ, ഞാൻ ഈ ഉപയോഗിക്കുന്ന മൗസും എല്ലാം എന്താണ്? കാലി ലിനക്സിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഡിവൈസസ് ആയിട്ടാണ്. സോ ലെറ്റ്സ് ചെക്ക്. cd dev dev ആണ് കേട്ടോ, ഡിവൈസസ് ബൈ ദ വേ, ഡിവൈസസ് dev, സെൽഫ് എക്സ്പ്ലാനറ്ററി, ls, ഓക്കെ, ബ്ലാ ബ്ലാ ബ്ലാ, എന്തെല്ലോ കാര്യങ്ങൾ. ഓക്കെ, അതിൻ്റെ അർത്ഥം ഈ അഗൈൻ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു അതായത് ഈ ഡിവൈസസ് മാത്രമല്ലല്ലോ, ഇതിൻ്റെ ഹാർഡ് ഡിസ്കും എന്താണ്? ഒരു ഫയലായിട്ടാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചുരുക്കം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ SDA ഇതിൻ്റെ ഹാർഡ് ഡിസ്കാണ്. ഓക്കെ, ഈ ഹാർഡ് ഡിസ്കിനെ നമുക്ക് എന്ത് ചെയ്യാം? ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എനിക്ക് കാണണം. Don't answer. Let me call someone. Brother or sister, Vivo 12304. എങ്ങനെയാണ് എനിക്ക്? and if you don't know, it's totally fine to say don't know, right? It's okay. അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. just okay. എനിക്ക് എൻ്റെ SDA എന്നാണ് ഇതിൻ്റെ പേര്. SDAൻ്റെ ഉള്ളിലെ സാധനങ്ങൾ കാണണം. How do I കാണൽ? ഉള്ളിലത്തെ കാണാൻ നമ്മൾ എന്തായിരുന്നു പഠിച്ചേ? അല്ലെങ്കിൽ SDAൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇറ്റ്സ് ഫൈൻ, അതുകൊണ്ട് നോ പ്രോബ്ലം. നമുക്ക് ക്യാറ്റ് വർക്ക് ചെയ്യോ നോക്കാം. ക്യാറ്റ് SDA മതി. അതായത് ഇത് എൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്. അത് ഇങ്ങനെ പ്രിന്റ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് മനസ്സിലാവുന്നല്ലോ. അതായത് എല്ലാം ഫയലാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എവിടെ പോയി തപ്പണമെന്ന് മനസ്സിലായത്. എവറിത്തിങ് ഇസ് സ്റ്റോർഡ് ആസ് ഫയൽസ്. ഓക്കെ, സെറ്റിംഗ്സ് ഫയൽസ് ആണ്, മൗണ്ടിങ് ഡ്രൈവേഴ്സ് ഫയൽസ് ആണ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഫയൽസ് ആണ്. എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫയൽസ് ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ. റൈറ്റ്? ഇസ് ദാറ്റ് ക്ലിയർ ടു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? Does this expose outside the VM as well or only VM? Only VM. ഇല്ല only VM. ഇതിൻ്റെ ഉള്ളിലുള്ള VM-ന് ഉള്ളത് VM-ന് മാത്രം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത് ഫ്രാഗ്മെന്റഡ് ആണ്, ഐസൊലേറ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ ഫ്രാഗ്മെന്റേഷൻ നടക്കുന്നുണ്ട്. VM-ൻ്റെ ഉള്ളിലുള്ളത് VM-ന് മാത്രം. ഓക്കെ, VM-ന് ഒബ്വിയസ്ലി അതാണ് വിർച്വൽ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ. All right, so that's that. Any man പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ആർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയണം. ഓക്കെ, നമുക്ക് ആദ്യം wait, let me call someone. വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ബ്രദർ അയാൻ. അപ്പോൾ വെയിറ്റ് എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചു. യെസ്, അപ്പോൾ കമാൻഡ്സ് 2 ഫയൽസ് ആണ്, ലൈക്ക് ls അതിൻ്റെ ഇൻസൈഡ് 2. യെസ്, എല്ലാം ഫയൽസാണ്. നമുക്ക് ഫയൽസ് ആഡ് ചെയ്യാം, ഫയൽസ് റിമൂവ് ചെയ്യാം, എല്ലാം. അതായത് കാലി ലിനക്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫയൽ വേൾഡാണ്. ഓക്കെ, എല്ലാം ഫയലാണ്. ഓക്കെ, ഫോൾഡേഴ്സും ഫയൽസും. ls ഫയലാണ്, ക്യാറ്റ് ഫയലാണ്. ഓക്കെ, അത് പറഞ്ഞപ്പോഴാ ലെറ്റ്സ് ഗോ ബാക്ക്. ls വെയിറ്റ്, ഇതായിരുന്നു cd ഡോട്ട്. നമ്മൾ മുമ്പ് നേരത്തെ അടിച്ചൊരു സാധനം നമ്മൾ അടിച്ചില്ല. പിന്നെ ls cd bin. നമ്മൾ ബിന്നിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? കമാൻഡ്സ് ഉള്ളത്. cd bin ഉള്ളിൽ ls
ls പോയാൽ ഇതിനുള്ളിൽ ഇത് വേറെയാണ്. ജെ എസ് പിന്നെ മേൽ ഓക്കെ E D D D D da 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 da. I'm going to cat catfishും catman ഒക്കെ ഉണ്ട് കമാൻഡ് എന്തോ ഓക്കെ വി ഡോണ്ട് നോ വാട്ട് ദാറ്റ് ഇസ് ഫോർ. എനിവേസ് cat അടിച്ചാൽ വർക്ക് ചെയ്യോ? നമ്മൾ കാറ്റ് അടി യെസ് നമ്മൾ കാറ്റ് അടിക്കാനിരുന്ന് ഇവിടെ വന്ന കാര്യം മറന്നുപോയി. ഓക്കെ cat യെസ് ഇറ്റ് വർക്ക്സ്. ഓക്കെ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. സോ കാറ്റ് വർക്ക്സ്. അതിൻ്റെ ഉള്ളിലുള്ള എന്താണ് അറബിക്കല്ല കാണുന്നുണ്ട് ഓക്കെ അപ്പം ദാറ്റ് വർക്ക്സ്. എനിവേസ് ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഓക്കെ ബ്രദർ അയാൻ എങ്ങനെയായിരുന്നു എനിക്ക് ഇറ്റ്സ് എ മെസ് നൗ. എങ്ങനെയാണ് എനിക്ക് സ്ക്രീനിൽ ക്ലിയർ ചെയ്യണം? എന്താണ് ചെയ്യുക? ഒരു ഉത്തരം പറ. ഒരു ഉത്തരം, രണ്ടുത്തരം ഉണ്ട്. ഗിവ് മീ വൺ. ക്ലിയർ? ഓക്കെ ഗുഡ്. ലെറ്റ് മീ കോൾ someone else. സിസ്റ്റർ ഹീബ മറ്റേ സാധനം എന്തായിരുന്നു? ഒന്നെങ്കിൽ എനിക്ക് ക്ലിയർ അടിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞൂടെന്ന് പറയട്ടോ. ഇറ്റ്സ് ടോട്ടലി ഫൈൻ. കൺട്രോൾ എൽ എക്സാക്ട്ലി. അപ്പോൾ കൺട്രോൾ എൽ. യെസ് ഗുഡ്. ഓക്കെ ഇനി നമ്മൾ ഇന്ന് പഠിച്ച കമാൻഡ്സ് ഒക്കെ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ ഓക്കെ ഞാൻ ഓരോ ആൾക്കാരെ വിളിക്കും. ജസ്റ്റ് ഗിവ് മീ വൺ. സിസ്റ്റർ ആമിയ ഗിവ് മീ വൺ. നമ്മൾ പഠിച്ചൊരു കാര്യം, ഇന്ന് പഠിച്ച ഏതെങ്കിലും ഒരു കമാൻഡ്, ക്വയറി, CD. ഓക്കെ വൺ. നെക്സ്റ്റ് ബ്രദർ അയാൻ ഗിവ് മീ വൺ. ക്യാറ്റ് എന്ന് വെച്ചാൽ കോപ്പി ചെയ്യും. ഓക്കെ ഗുഡ്. സിസ്റ്റർ ഫർസാന ഗിവ് മീ വൺ. CD പഠിച്ചു, ക്യാറ്റ് പഠിച്ചു. MV എന്ന് വെച്ചാൽ റീനെയിം ചെയ്യാൻ, അല്ലെങ്കിൽ റീനെയിമിനേക്കാളും മൂവ് ചെയ്യാൻ, ഒന്നെടുത്തിന് മൂവ് ചെയ്യാൻ. ഓക്കെ അതാണ്. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് സിസ്റ്റർ ഹിബ ഗിവ് മീ വൺ. നമ്മൾ ഇന്ന് പഠിച്ച മേക്ക് ഡയറക്ടറി. ഓക്കെ ഒരു പുതിയൊരു ഫയൽ ഉണ്ടാക്കണമെങ്കിൽ. ഗുഡ്. അടിയിൽ ആൾക്കാർ ആലോചിച്ചോളെ നിങ്ങൾ. ഓക്കെ ബ്രദർ ഇൽഹാം ഗിവ് മീ വൺ. അപ്പം CD ഡോട്ട് ഗുഡ്. CD ഡോട്ട് അങ്ങനല്ല കേട്ടോ. CD ഡോട്ട് സ്പേസ് ഇട്ടിട്ടാണ്, ഒരുമിച്ചല്ല. ലെറ്റ്സ് ട്രൈ ദാറ്റ്. CD ഡോട്ട് അങ്ങനല്ല കേട്ടോ. CD ഡോട്ട്. ഇതിനകത്ത് എല്ലാം ഭയങ്കര സ്പെസിഫിക്കാണ്. അതായത് ഞങ്ങൾ കാര്യം കാണിച്ചു തരാം. ഇപ്പം അല്ല വെയിറ്റ്, എനിക്ക് കാലിൻ്റെ ഉള്ളിൽ ഡെസ്ക്ടോപ്പ് പോകണമെങ്കിൽ ഞാൻ ഡെസ്ക്ടോപ്പ് എന്ന് അടിച്ചാൽ വർക്ക് ചെയ്യൂല. കാരണം D ക്യാപിറ്റൽ അല്ല. അപ്പം ഡെസ്ക്ടോപ്പ് എന്നല്ല, ഡെസ്ക്ടോപ്പ്. എല്ലാം നമ്മൾ സ്പെസിഫിക് ആയിരിക്കണം. ഓക്കെ ഗുഡ് ബ്രദർ ഇൽഹാം. യെസ് നെക്സ്റ്റ് ബ്രദർ മുഹമ്മദ് ഗിവ് മീ വൺ. അറംഡേർ നമുക്ക് നോക്കാം. അറംഡേർ ഗിവ് മീ അറംഡേർ കുറ്റ്യാടി 2. ഓക്കെ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഫോൾഡർ 1ൻ്റെ ഉള്ളിൽ ഇളനീർ ഷേക്ക് കിട്ടും. ആരും ഉത്തരം പറയാൻ നോക്കട്ടെ. ഫോൾഡർ 1 എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? ഓക്കെ സിസ്റ്റർ നഹ്മ സേസ് RM. Let me try. RM folder 1. No, folder 1 RM എന്ന് വെച്ചാൽ ഫയലേ പറ്റുള്ളൂ. ബ്രദർ മുഹമ്മദ് സേസ് RM R folder 1. യെസ് RM R ഉണ്ട്. ഓക്കെ RM ഡെർ ഫുൾ കളയില്ലേ? ലെറ്റ്സ് ചെക്ക്. ദാറ്റ്സ് ഹൗ വി ലേൺ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് നോക്കാം. RM ഡെർ folder 2. നോ. ഇനി ഇത് ഇവിടുത്തെ പുറത്തിട്ടിട്ട് നോക്കിയാലോ? RM ഡെർ empty ആക്കിയാലോ?
rmdir folder 2. യെസ്. അതായത് നമുക്ക് സാധനം ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നമുക്ക് ഒരു ഡയറക്ടറി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വെറും rmdir എന്ന് കൊടുത്താൽ ഡിലീറ്റ് ആവില്ല. അത് എം ടി ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുക. എം ടി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ r കൊടുക്കണം, ഇത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നമ്മൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് എന്ത് പറഞ്ഞത്, rm folder 1 കൊടുത്തപ്പോഴാണ് cannot remove folder 1. ഓക്കെ, കണ്ട, fail to remove directory not empty. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഫയലല്ല. rm എന്ന് പറയുന്നത് ഫയലിനാണ്. ഓക്കെ, പക്ഷെ rm എന്ന് കൊടുത്താൽ ഫോൾഡറിനെ അടക്കം മൊത്തം പിച്ച് ചീന്തി അതിൻ്റെ ഉള്ളിലുള്ള സാധനം എടുത്ത് ഡിലീറ്റ് ചെയ്താണ്. ഓക്കെ, ദാറ്റ്സ് ക്ലിയർ. ഓക്കെ, ബ്രദർ മുഹമ്മദ് ആരായിരുന്നു ഇപ്പോൾ പറഞ്ഞത്? ലാസ്റ്റ് ആരായിരുന്നു പറഞ്ഞത്? മുഹമ്മദാണ്. ബ്രദർ മുഹമ്മദ് അല്ലേ പറഞ്ഞത്? ക്യാൻ യു റിമീറ്റ്? ഓക്കെ, ഗുഡ് മനസ്സിലായല്ലോ. ഓക്കെ, സി വെയിറ്റ്, ഞാൻ ലെറ്റ്സ് ജസ്റ്റ് നമുക്ക് ഇവിടെ ചെയ്യാം. അതിനെ GUI നമുക്ക് ഒരു make dir പിസ്സ. ഓക്കെ, പിസ്സ എന്ന് പറയുന്ന ഡയറക്ടറി വന്നു. ഓക്കെ, ഇനി CD പിസ്സേൻ്റെ ഉള്ളിൽ പോയി. അതിൻ്റെ ഉള്ളിൽ ഓക്കെ CD പിസ്സ, അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇളനീർ ഷേക്ക് പിടിച്ചിട്ട് പിസ്സേൻ്റെ ഉള്ളിലിട്ട്. ഓക്കെ, എനിക്ക് ഇവിടെ രണ്ട് കാര്യം, ഈ കോക്കനട്ട് ഷേക്ക് ഉണ്ട് പിസ്സയുണ്ട്, രണ്ടും ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, കോക്കനട്ട് ഷേക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ what do I do? ഓക്കെ, ഞാൻ ജസ്റ്റ് rm, പിന്നെ അത് 2 വേർഡ്സ് ഉള്ളത് കൊണ്ട് കോക്കോനട്ട് ഷേക്ക് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, കോക്കോനട്ട്, സോറി നമ്മൾ പിസ്സേൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, പിസ്സേൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, CD 2 കുത്ത് കോക്കനട്ട് ഷേക്ക് ഇവിടെ നിന്ന് പോയി. അത് ഓക്കെ അല്ലേ? അതായത് ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ rm ആണ് കൊടുക്കുക. അതൊരു ഫയൽ, ജസാക്കല്ലാ ഖൈർ, ഫയൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സിസ്റ്റർ നഹ്മ പറഞ്ഞല്ലോ, rmdir വർക്ക്സ് ഓൺലി വെൻ ഫോൾഡർ ഇസ് empty ഡയറക്ടറി ആയിരിക്കണം. ഇഫ് നോട്ട് അതിൻ്റെ ഉള്ളിലുള്ള അത് എറർ കാണിക്കും. ഇനി ഓക്കെ, നമുക്കിത് കാണിച്ചു തരാം. ഓക്കെ, ഇവർ പറഞ്ഞ പോലെ തന്നെ ഇനി പിസ്സ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഈ പിസ്സ എന്ന് പറയുന്നത്, ഓക്കെ വെയിറ്റ്, ഞാൻ 2 ഒന്നുകൂടി ഉണ്ടാക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ക്രിയേറ്റ് ഫോൾഡർ empty പിസ്സ. ഓക്കെ, empty പിസ്സയുണ്ട്. പിസ്സേൻ്റെ ഉള്ളിൽ സാധനം ഉണ്ട്, ഇളനീർ ഷേക്ക് ഉണ്ട് പിസ്സേൻ്റെ ഉള്ളിൽ. ദാറ്റ് ബി എ വിയർഡ് കോമ്പിനേഷൻ. ഓക്കെ, പക്ഷേ empty പിസ്സേൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഓക്കെ, അപ്പം രണ്ടും നോക്കി നോക്കാം. ഫസ്റ്റ് empty പിസ്സ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ remove dir empty പിസ്സ കൊടുത്തു നോക്കാം. പോയി. ഓക്കെ, ഇനി അതുപോലെ തന്നെ empty rmdir പിസ്സ കൊടുത്തു നോക്കാം. പോവില്ല. കാരണം എന്താ അത് പോകാത്തതിൻ്റെ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഷുക്കൂറുണ്ട്. ഷുക്കൂറല്ല, ഇളനീർ ഷേക്ക് ഉണ്ട്. നമ്മൾ ഷുക്കൂർ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഇളനീർ ഷേക്ക് ഉണ്ട്. അപ്പം എന്താണ് ചെയ്യുക? അപ്പം നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ rm പിസ്സ, rm remove r. ഓക്കെ, നമുക്ക് ഇത് r എന്താണെന്ന് മനസ്സിലാവണം. നമ്മൾ എന്താ നോക്കുക? എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ ഞാൻ r നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, അതെന്താണ് ശരിക്കും, അതെന്താണ് വർക്കിംഗ്, എന്താണ് അതിൻ്റെ പേരെന്താണെന്ന് മനസ്സിലാവണം. നമ്മൾ എന്തായിരുന്നു ചെയ്യുക? Yes, we call it man. Yes, നമുക്കത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം. man rm. ഓക്കെ, റിമൂവ് ഫയൽസ് ഓർ ഡയറക്ടറീസ്. ദിസ് മാനുവൽ ഡോക്യുമെന്റ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ആറിലേക്ക് പോയേക്കാം. റിക്കേഴ്സീവ്, റിമൂവ് ഡയറക്ടറീസ് ആൻഡ് ദിയർ കോണ്ടന്റ്സ് റിക്കേഴ്സീവ്ലി. എല്ലാം, അതായത് എന്ന് വെച്ചാൽ റിക്കേഴ്സീവ് ആണ്. എനിക്ക് അത് റിപ്പീറ്റ്, അതും റിക്കേഴ്സീവിൻ്റെ അർത്ഥം തന്നെയല്ലേ? റിക്കേഴ്സീവ്, വാട്ട് ഡസ് റിക്കേഴ്സീവ് മീൻ? റിക്കേഴ്സീവ് meaning. Recursive refers to a process or function or definition that calls or applies itself repeatedly. Yes, നമ്മൾ കോഡിങ്ങിൽ അതന്നെ സെയിം വൺ കോൾ തന്നെ പിന്നെയും ജസ്റ്റ് നിങ്ങൾ പണ്ട് ജാവയിൽ പഠിച്ചോ ഓർമ്മയുണ്ട്. റിക്കർസീവ് ഫംഗ്ഷൻ, സെയിം ഫംഗ്ഷൻ അല്ലേ? ഓക്കെ, ഒന്ന് തന്നെ പിന്നെ വിളിച്ചു കൊടുക്കുക. അപ്പം അതായത് അടിച്ച് പൊളിച്ച് ഓക്കെ, റിമൂവ് ചെയ്ത് ഇങ്ങനെ പൊട്ടിച്ച് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, ഓക്കെ നൗ ലെറ്റ്സ് ഗോ ബാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനോട് പറയാണ് ആറമാണ്, പക്ഷേ മോനെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ സാധനം ഉണ്ടെങ്കിൽ അതും പൊളിച്ച് അങ്ങ് പോടും, എല്ലാം റിമൂവ് ചെയ്തോ. ഓക്കെ, പിസ്സ പോയി, ഫോൾഡറും പോയി, അതിനുള്ള ഇളനീർ ഷേക്കും പോയി, പിസ്സയും പോയി, എല്ലാം പോയി. ക്ലിയർ? മനസ്സിലായില്ല? നമുക്ക് ഒന്നുകൂടി പറയാം. നോ പ്രോബ്ലം. കൂടുതൽ പറയാമോ? ഓക്കെ, വൺ ഡൗട്ട്. If we in root, can we access something in like 2 or 3 directories inside, like root to Kutyari? Right, one doubt. If we in root, can we access something in like 2 or 3 directories inside?
ഗുഡ് ക്വസ്റ്റ്യൻ. ചെയ്ത് നോക്കാം. നമുക്ക് റൂട്ടിലേക്ക് പോയേക്കാം. റൂട്ടിലേക്ക് പോകാൻ എളുപ്പമായിട്ടുണ്ട്. ജസ്റ്റ് CD എന്ന് അടിച്ചിട്ട് / അടിച്ചാൽ നേരെ റൂട്ടിൽ പോകും. ഓക്കെ, ഇനി നമുക്ക് CD വെയിറ്റ്, നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് ഉണ്ടാക്കിയിടാം. ഫോൾഡർ പിജ്ജ ഉണ്ടാക്കി. ഓക്കെ, CD പിജ്ജ ഇല്ല. അതെന്താ അത് പോകാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ, ഇതെന്താ നോക്കുകയെന്ന് വെച്ചാൽ, ഇത് LS, അതായത് ഇത് LS അടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പിസ്സ എന്ന് പറയുന്ന സാധനം ഉണ്ടോ നോക്കും. പക്ഷെ അതില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? ഓക്കെ, ഇതിൻ്റെ അകത്ത് പിസ്സ ഇല്ല, എന്നാൽ ഞാൻ പോകില്ല. പക്ഷെ നമുക്ക് അതിനോട് എന്ത് പറയും? അതിന് വഴി അറിയില്ല, അതാണ് പ്രശ്നം. അപ്പം നമുക്ക് അതിനോട് എന്ത് പറയും? മോനെ റൂട്ടേ LS പോവാ, അല്ല ഇതിൽ പോവാ. വെച്ച് നമുക്ക് ആദ്യം മിനിറ്റ് വേറെ ഒന്ന് തുറന്നിട്ട് CD ഹോം LS CD ഡെസ്ക്ടോപ്പ് LS പിജ്ജ CD പിജ്ജ PWD. ഓക്കെ, ഇതാണ് വഴി, പിജ്ജയിലേക്ക് എത്താനുള്ള വഴിയാണിത്. ഓക്കെ, പിന്നെ നമ്മൾ കോപ്പി ചെയ്യുക. ഞാനിത് ടൈപ്പ് മറന്നു പോകുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ റൂട്ടിനോട് പറഞ്ഞു കൊടുക്കാം, മോനെ റൂട്ടു. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്? വഴി മൊത്തം പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ പറയും CD. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ നേരത്തെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ, അതായത് ഹോമിൻ്റെ ഉള്ളിൽ പോവാ. ഹോമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാലീനെ കാണാൻ പറ്റും. കാലീനോട് ചോദിക്കാം എവിടത്തേക്കാണ് ഡെസ്ക്ടോപ്പ്. അപ്പോൾ ഡെസ്ക്ടോപ്പ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിൽ പിജ്ജ ഉണ്ടാവും. അങ്ങനെ അടിച്ച് എൻ്റർ അടിച്ചാൽ യെസ്, നമ്മൾ എന്ത് ചെയ്തു? പിജ്ജേൻ്റെ ഉള്ളിലെത്തി. ക്ലിയർ? ഗുഡ് ക്വസ്റ്റ്യൻ ബൈ ദ വേ. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കാം. ക്ലിയർ? മനസ്സിലായോ? ഫുൾ പാത്ത് കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ഫുള്ള് പാത്ത് കൊടുക്കണം. നമ്മൾ കുറച്ചുകൂടി ഉള്ളിലുള്ള സാധനം പോകണമെങ്കിൽ നമ്മൾ പാത്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ആരോടെ തന്നെ അവസാനം ചോദിച്ച് നിർത്തിയത്? 10 മണിയായി, നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. ബ്രദർ മുഹമ്മദിനോട് അല്ലേ? സിസ്റ്റർ നഹ്മ, give me one. Propose, a Greek philosopher. Okay, yes, ബ്രദർ നിഹാൽ, ജസാക്കല്ലാഹ് ഖൈർ. പാത്ത് കൊടുത്താൽ നിങ്ങൾ എവിടെയാണെങ്കിലും എവിടത്തേക്കും പോകാം. നമുക്ക് പിജ്ജേന്ന് തിരിച്ച് ബാക്കോട്ട് പോകാൻ പറ്റുമോ? പാത്ത് കൊടുത്താൽ നമുക്ക് നോക്കാം. CD ഹോം, നമുക്ക് തിരിച്ച് കാലിയിലേക്ക് പോകാൻ പറ്റുമോ നോക്കാം. യെസ്, ഇതെന്ന് വെച്ചാൽ ഇത് കാലി കേട്ടോ, ഇത് കാലിയാണ്. ഈ സ്ക്വിഗ്ലി ലൈൻ വെച്ചാൽ കാലിയാണ്. ഓക്കെ, അത് യൂസറാണ്, നമ്മുടെ യൂസറിൻ്റെ പേരാണ്. അപ്പം യെസ്, പാത്ത് കൊടുത്താൽ ഫ്രണ്ടോട്ട് ബാക്കോട്ട് എല്ലാം പോകാമെന്ന് അത് മനസ്സിലായി. ഓക്കെ, സിസ്റ്റർ നഹ്മ പറഞ്ഞു പ്രൊപ്പോസ് എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ അറിയാം, നമുക്കൊരു കാര്യം ചെയ്യണം, പക്ഷെ അത് അതിൻ്റെ കമാൻഡ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പ്രൊപ്പോസ് അടിക്കുക, അതിൻ്റെ എന്തെങ്കിലും ഒരു കീവേഡ് കൊടുക്കാം. നേരത്തെ നമ്മൾ റിമൂവ് എന്ന് അടിച്ചു, അപ്പം നമുക്ക് MV കമാൻഡ് കിട്ടിയത് പോലെ. ഓക്കെ, ബ്രദർ നിഹാൽ, man, yes, we call the man. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ we call the man. Okay, that's okay. Sister Zenna, anything. നമ്മളെല്ലാം പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞു പോയി തോന്നുന്നല്ലേ? യെസ്, LA എന്ന് വെച്ചാൽ LA സ്പേസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഹിഡൻ ഫയൽസും കൂടി, അതായത് ഡോട്ട് വെച്ച് തുടങ്ങുന്ന ഹിഡൻ ഫയൽസും കൂടി കാണിക്കും. ഇല്ല, ഫസ്റ്റ് LSലെ ചെക്ക്. LS ചിലപ്പോൾ വർക്ക് ചെയ്യും, ചില കമാൻഡ്സ് LSA ഇല്ല, LS അങ്ങനെ വർക്ക് ചെയ്യില്ല. കാരണം ചിലത് അങ്ങനെ വർക്ക് ചെയ്യും. അപ്പം സ്മോൾ ആറും ക്യാപിറ്റൽ R ഇട്ടാലും നമ്മൾ റിക്കർസീവ് ഇല്ല, അത് സ്മോൾ R ഇട്ടാലും ക്യാപിറ്റൽ R ഇട്ടാലും വർക്ക് ചെയ്യും. ഓക്കെ, പക്ഷെ ഇത് അങ്ങനെ ഇല്ല, അത് കറക്റ്റിന് ഇടണം. ഓക്കെ, ദാറ്റ്സ് ഡൺ. അപ്പം ഇന്ന് പഠിച്ചതിൽ എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ടോ? നമ്മൾ ഇന്ന് ഞാൻ ഒരു കാര്യം കൂടി ചെയ്യും, പക്ഷെ ഇതുവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാട്ടോ. നിങ്ങൾക്ക് എനിക്കെല്ലാം അറിയുന്ന ആളൊന്നല്ല, പക്ഷെ എനിക്ക് അറിഞ്ഞൂടെങ്കിൽ നമുക്ക് വേറെ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇതുവരെ ക്ലിയർ ആണോ? നിങ്ങൾക്ക് കമാൻഡ് ലൈൻ നിങ്ങൾക്ക് വല്ലാണ്ട് ബേജാറാവേണ്ട സാധനമൊന്നുമല്ല. ഇത് നമ്മളെ ഒരു നാക്ക് കിട്ടിയാൽ പിന്നെ ഒരു അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ പോലെയാണ്. ഇസ് ഇറ്റ് ഓക്കെ? ഇസ് ഇറ്റ് ഫൈൻ? ഇസ് ഇറ്റ് ഓക്കെ? ക്യാൻ ഐ ഗെറ്റ് യെസ്? ഓക്കെ, നിങ്ങൾ ബാക്കി എല്ലാവരും പറയുന്നതുകൊണ്ട് നിങ്ങൾ യെസ് പറയണമെന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ചോദിക്കുക. കാരണം എനിക്ക് ഇത് ഭയങ്കര ടഫ് പേപ്പറായിരുന്നു. ഞാൻ ഫസ്റ്റ് സെമിസ്റ്ററിൽ ലിനക്സ് ഉണ്ടായിരുന്നു. എന്തിനാ ടീച്ചറിൻ്റെ പേരെന്തായിരുന്നു? ലാവണ്യ. എനിക്ക് അതുകൊണ്ട് തന്നെ വെറുത്തു പോയിരുന്നു ആ ടീച്ചറിനെ. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് ഈ സാധനം മനസ്സിലാകുന്നില്ല, കാരണം ചോദ്യം വരെ ഓക്കെ ഇങ്ങനെ ചെയ്യണം, ഈ ഫയലിലുള്ള കാണണം. എനിക്ക് കാറ്റും ഇതും
ജീറപ്പും അങ്ങനെ കുറേ സാധനമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായാലും ബാറക്കല്ലാ യെസ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. കാരണം എൻ്റെ ബാർ വെരി ലോ ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എനിക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പം പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ, വി കൻ എക്സ്പ്ലെയിൻ അഗൈൻ. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ആസ് യു സെഡ്, ഇത് ടൈപ്പ് ചെയ്തല്ലേ കിട്ടൂ. സി ഡി വാസ് എ ബിറ്റ് കൺഫ്യൂസിങ് ബിഫോർ ബട്ട് നൗ ഗെറ്റിംഗ് ബെറ്റർ. യെസ് അതന്നെ. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ChatGPT പോയി അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് സാധനം മൊത്തം കിട്ടും. പക്ഷേ ഇങ്ങനെ തന്നെ 1-2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് നമുക്ക് പഠിക്കും. ഓക്കെ, നമ്മളെന്തെല്ലാം പഠിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് പഠിക്കുന്നില്ല. ഞാൻ 18 വയസ്സായിട്ട് പൊതുവേ ചെക്കന്മാരൊക്കെ ചെറുപ്പത്തിലേ ഡ്രൈവിങ് 16 വയസ്സിൽ എടുത്ത് കോഴിക്കോട് പോവാ. അങ്ങനെ ഒരു പക്ഷേ എനിക്ക് ഡ്രൈവിംഗ് ഞാൻ പഠിച്ചിട്ട് തന്നെ ഇല്ല. ഞാൻ അങ്ങനെ വണ്ടി എടുത്ത് എന്തിനാ വീട്ടിൽ നിന്ന് ഇങ്ങനെ വണ്ടി തിരിച്ചു വെക്കൽ വരെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. 18 വയസ്സാകുന്നതിന് മുമ്പ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ശരിക്കും ആലോചിച്ചിരുന്നു, പക്ഷേ ഈ ആണുങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്നൊരു സൊസൈറ്റിയൽ സാധനം ഉണ്ടാക്കിയത് ആരായിരിക്കും? പഠിക്കണം. എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഓർമ്മ എടുക്കും, എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് എനിക്കറിയുന്ന ഒരു മൂത്ത എടുത്തവർ ഇങ്ങനെ വന്ന് വണ്ടി എടുത്തു പോകും. അയാൾക്കെല്ലാം എന്ത് ഭാഗ്യമാണ്. പക്ഷെ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ നിയമത്ത് കൊണ്ട് അള്ളാഹു എന്നെ പഠിപ്പിച്ചു. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു. അതെങ്ങനെയാണ് പഠിച്ചു? ഒരു ദിവസം എൻ്റെ ഉപ്പാൻ്റെ എനിക്ക് ലേണേഴ്സ് കിട്ടി. ലേണേഴ്സ് അന്ന് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നത്. കൊറോണ ടൈം ആയിരുന്നു. സ്റ്റോറി ടൈം ബൈ ദ വേ. അപ്പം ഞാൻ എൻ്റെ ലേണേഴ്സ് ഓൺലൈൻ എടുത്തു. ലേണേഴ്സിൻ്റെ നിയമം എന്ന് വെച്ചാൽ എല്ലാം ഒട്ടിക്കണം, കൂടെ ഡ്രൈവിംഗ് അറിയുന്ന ഒരാൾ വേണം. ഞാൻ അതേ നിയമം ഞാൻ പാലിച്ചിട്ടോ. വലിയ എല്ലാം ഒട്ടിച്ചിട്ടേ ഞാൻ പോലും. അങ്ങനെ ഒരു ദിവസം ഞാൻ ഡ്രൈവിംഗ് ബെയർലി പഠിച്ചിട്ടാണേ ഉള്ളൂ. എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. എൻ്റെ ഉപ്പാൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞു, അമ്മ വാ പോ. അവരെ വീട് കുറച്ച് ദൂരെയാണ്, വില്ലാപ്പള്ളിയാണ്. കുറ്റാടിയിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ പോകണം. പോവാ. അതും അന്ന് ഭയങ്കര മഴ. പക്ഷെ അന്ന് എനിക്ക് എന്നിലൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ ഉപ്പാൻ്റെ സിസ്റ്റർ, എൻ്റെ ആണ്ട് എന്നോട് പറഞ്ഞു പോ. അങ്ങനെ ഞാൻ അന്ന് ഓടിച്ചു. അങ്ങനെ മെല്ലെ അത് മാനുവൽ വണ്ടിയായിരുന്നു, റിഡ്സ്. അങ്ങനെ മെല്ലെ പഠിച്ചു നമ്മൾ ഓരോ പ്രാവശ്യം ഓടിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നാക്ക് കിട്ടും. ചിലപ്പോൾ വണ്ടി ഓഫായി പോവും. കയറ്റത്തുനിന്ന് നമ്മൾ എന്താണ് ഹൈ ഗിയറിലായിരിക്കും, ലോ ഗിയറിലേക്ക് മാറ്റാൻ മറന്നു. അങ്ങനെ മെല്ലെ പഠിക്കും. ഇപ്പോഴും ഞാൻ ലൂയിസ് ഹാമിൽട്ടൺ ഒന്നല്ല. അതിന് അൽഹംദുലില്ലാ വി നോ ഡ്രൈവ്, റൈറ്റ്? I know to get from point A to point B. Alhamdulillah, may Allah keep it that way. I mean, but that's the same. നമ്മൾ മെല്ലെ പഠിക്കും. നമ്മൾ പുതിയ കാര്യം എപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് അതിനൊരു ഇതുണ്ടാകും. സോ അത് ഉണ്ടെങ്കിൽ do not please quit. Okay, you'll get the hang of it. All right, that's my TED talk. Thanks for attending. All right, okay. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? നമുക്ക് നമ്മൾ അടുത്ത ലെവലിലേക്ക് ഇത് എക്സ്കലേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ കുറേ കമാൻഡ്സ് ആണ് പഠിച്ചത്. നമ്മളതിന് ടൂൾ ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ ആ ടൂൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് ചോദിക്കണം, ഇതുവരെ ഓക്കെ അല്ലേ? എല്ലാവരോടും ഓക്കെ അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, ഗ്ലാഡ്. ഓക്കെ, നൗ ബാക്ക് നമുക്ക് വേറൊരു കമാൻഡ് നമുക്ക് നോക്കാം. IP. Cat is to show what's inside the file and CP is to copy, right? Yes. Exactly. Okay. ഇനി നമുക്ക് നോക്കാം. സെക്കൻഡ്, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതാണ് Nmap ഉപയോഗിക്കുന്നതിന് മുമ്പ് there's a question. Cat is to show how to edit text file in CLI. Good question. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് I love Valanir Sheikh. Apropos. Okay, you know what? Let's ask apropos. Edit. Okay, what's CLI? Oh no, CLI. Okay, no problem. ആ ചോദ്യത്തിന് പ്രശ്നം. CLI എന്ന് വെച്ചാൽ കമാൻഡ് ലൈൻ ഇന്റർഫേസ്. ഇതാണ് CLI. അതായത് നമ്മൾ 2 വേർഡ്സ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഒന്ന് GUI-യും മറ്റേത് CLI-യും. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ക്ലിക്ക് ചെയ്യാം. CLI എന്ന് വെച്ചാൽ കമാൻഡ് ലൈൻ ഇന്റർഫേസ്. ഇതാണ് കമാൻഡ് ലൈൻ ഇന്റർഫേസ്. ഓക്കെ, ക്ലിയർ? ഗുഡ്. ഓർമ്മ? ഓക്കെ, ദാറ്റ്സ് ടോട്ടലി ഫൈൻ. പെട്ടെന്ന് ഇങ്ങനെ CLI GUI എന്നൊക്കെ ഇറ്റ് മേ നോട്ട് റൺ. ഓക്കെ, ഗുഡ്. അപ്രോപ്പോസ് നമുക്ക് എന്ത് ചെയ്യാം? എഡിറ്റ് കൊടുക്കാം. എഡിറ്റിൽ കീവേഡ് എഡിറ്റ് ആയി കൊടുക്കാം. ലെറ്റ്സ് ചെക്ക്.
കുറേ കാണുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് സംഭവം ഇതാണ്. ഇതെനിക്ക് അറിയുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ എത്തിയത്. ഓക്കെ, നാനോ എന്ന് പറയുന്നത് നാനോസ് അനദർ ടെക്സ്റ്റ് എഡിറ്റർ. അതായത് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നാനോ. ഓക്കെ, ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനിത് പെട്ടെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടാണ്. എഡിറ്റർ എന്ന് അടിച്ചാലും ഉണ്ട് കേട്ടോ. നാനോസ് അനദർ ടെക്സ്റ്റ് എഡിറ്റർ. എഡിറ്റർ എന്ന് അടിച്ചാലും ഉണ്ട്, നാനോ എന്ന് അടിച്ചാലും കാണുന്നുണ്ട്. ഓക്കെ 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 ഗെറ്റ് ഇറ്റ്. നമുക്ക് ഗെറ്റ് ഇറ്റ് എന്താ നോക്കാം. നമുക്കില്ല നോക്കാം. അതിനാണല്ലോ നമുക്ക് ഗെറ്റ് ഇറ്റ് എന്തായിരുന്നു. ഓക്കെ, ഈ കമാൻഡ് എന്താ ചെയ്യാ നമ്മൾ ഇങ്ങനെ നോക്കാം. ഇങ്ങനെ നോക്കാം. മാൻ ഓ ഗെറ്റ് ഇറ്റ് ഇല്ല എൻ്റെ കയ്യിൽ. ഓ യെസ്, ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പച്ച സ്ക്രീൻ ഇങ്ങനെ കാണിക്കില്ല. അത് പൊതുവെ ഇങ്ങനെ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്താൽ തന്നെ നിങ്ങൾ കാണും. ഇത് സ്ക്രീന് പച്ച കളർ ആക്കിയാൽ നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഓ ഹാക്ക് ചെയ്യുമ്പോൾ അത് ഹാക്കിങ്. നമ്മൾ പൊതുവെ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലായില്ലേ പച്ച സ്ക്രീൻ ഇങ്ങനെ കറുത്ത ടെക്സ്റ്റ് ഇങ്ങനെ പോകുന്നത്. ദാറ്റ്സ് ദിസ്. ഇപ്പൊ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുത്താലും നമ്മൾ ലുക്ക് ലൈക്ക് വി നോ എ ലോട്ട്. ഷോ കാണിക്കാൻ പറ്റും, വിച്ച് വി ഷുഡന്റ്. ജസ്റ്റ് വെയിറ്റ്. ഇത് നമ്മളെ സാധാ കമ്പ്യൂട്ടറിൽ പോയിട്ട് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്ന അതേ പ്രോസസ് ആട്ടോ നടക്കുന്നത്. എക്സെപ്റ്റ് അത് നമ്മളവിടെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഇതാട്ടോ ചെയ്യുന്നത്, എന്നിട്ട് ഞാൻ അടുത്ത ഇതാട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ഓക്കെ ഡൗൺലോഡ് അല്ലേ. ഓക്കെ ഖലാസ്, നമുക്ക് അടിച്ചു നോക്കാം. ഗെറ്റ് ഇറ്റ് മാൻ. യെസ്, ഗെറ്റ് ഇറ്റ് ആണ് സെപ്പറേറ്റ് ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ആയില്ലേ. ഓക്കെ, ദിസ് വൺ ഐ ഡോണ്ട് നോ ദാറ്റ്. ഓക്കെ, ഞാൻ പൊതുവെ ഉപയോഗിക്കില്ല നാനോ ആണ്. ജസാക്കല്ലാഹ് ഖൈർ. നമുക്ക് ഗെറ്റ് ഇറ്റ് എന്ന് അടിച്ചിട്ട് ഹെൽപ്പ് എന്ന് അടിച്ചാൽ അതെന്താ ചെയ്യാന്ന് പറഞ്ഞുതരും. ഗെറ്റ് ഇറ്റ് ഓപ്ഷൻ 5 അല്ല, ഗെറ്റ് ഇറ്റ് എന്ന് അടിച്ചിട്ട് ഹെൽപ്പ് എന്ന് രണ്ടടിച്ചാലും കിട്ടില്ല. രണ്ടടിച്ചാലും കിട്ടില്ല. ഓക്കെ, ഷോ ഹെൽപ്പ് ഓപ്ഷൻസ്, ഷോ ദ ആപ്ലിക്കേഷൻസ് വേർഷൻ, സെറ്റ് ദ ക്യാരക്ടർ എൻകോഡിംഗ്. ഓക്കെ, നമുക്ക് വേറെ നാനോ എന്ന ഇതിൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ വെയിറ്റ്, നമുക്ക് ഇളനീർ ഷേക്കാണ് എവിടെയാണ് ഉണ്ടാക്കിയിട്ടത്. ഇളനീർ ഷേക്ക് എവിടെ പോയി? ഞാൻ നേരത്തെ ഇളനീർ ഷേക്ക് ഉണ്ടാക്കിയില്ലേ? സേവ് ചെയ്തിട്ടില്ല. സേവ് ആസ് പിക്ചറിലല്ല, ഡെസ്ക്ടോപ്പിൽ എളു എൻ്റെ ചങ്ങാണ്ട് തായ് പോനെല്ലാം അങ്ങനെയോ അതിനെ നിക് നെയിം ആയിട്ടാണ് വിളിക്കാം. ചെന്നിത്തലേനൊക്കെ ചെന്നു എന്നല്ല വിളിക്കാം. എനിവേസ് എളു. അപ്പൊ നമുക്ക് എളുവിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതാക്കാം. എളു പോലെ. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെയിറ്റ് എ പ്രോബ്ലം. സി ഡി നമ്മൾ എവിടെയാണ് ഉള്ളത്? നാനോ എളു യാ. ഓക്കെ, അതിലവിടെ നീർ. ഇപ്പം ഞാൻ വന്നിട്ട് അത് മാറ്റിയിട്ട് അങ്ങനെ മുട്ട വെച്ച്. ഓക്കെ, ഇതെങ്ങനെ സേവ് ചെയ്യാന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ. കൺട്രോൾ O. ഓക്കെ, കൺട്രോൾ X, കൺട്രോൾ O എൻ്റർ, കൺട്രോൾ X പോയി. ഓക്കെ, ഇനി നമുക്ക് ഇത് നോക്കാം. അലോ മുട്ട വെച്ച് മാറി. ഓക്കെ, നമ്മൾ അലോ നീർ ഷേക്കുന്നായിരുന്നു, നമ്മൾ മാറ്റി അലോ മുട്ട വെച്ച് നാക്കി. ക്ലിയർ? ഒന്നുമില്ല, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ടൂൾ നാനോവും ഫയൽ നെയിമും അടിച്ചു കൊടുത്താൽ മതി എന്ന് ചുരുക്കം. എന്നിട്ട് കൺട്രോൾ X സ്പേസ് കൺട്രോൾ O ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ പതിയും. എൻ്റർ കൊടുക്കുക, കൺട്രോൾ X അടിച്ചാൽ നമ്മൾ നാനോ എഡിറ്ററിൻ്റെ പുറത്ത് വരും. ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരും. എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫേക്ക് വെബ്സൈറ്റ്സുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫിഷിംഗ് അറ്റാക്കിന് ഒക്കെ
നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല. പൊതുവേ സാധാരണ ഓൾറെഡി ഇതിൻ്റെ അകത്ത് MSF കോൺസോൾ ഉള്ള അതിന് MSF വെനം എന്ന് പറയുന്നൊരു ടൂൾ ഉണ്ട്. ഇങ്ങനെ കാണിച്ചു തരാണെങ്കിൽ MSF വെനം, സോറി, ഇത് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതാ MSF വെനം. MSF വെനം എന്ന് വെച്ചാൽ നമ്മൾ പേലോഡ് എന്ന് വെച്ചാൽ വൈറസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഫിഷിങ്ങിന് ഏതാ ഉള്ളത്? ഫിഷിംഗ് അറ്റാക്ക് ഇവിടെ പോയാൽ ഫിഷിംഗ് സെപ്പറേറ്റ് ആയിട്ടുണ്ടോ? ഇല്ല, ഇവിടെ സെർച്ച് ചെയ്യാം. ഫിഷിംഗ് ഗോ ഫിഷ്. ഓക്കെ, ഇതെന്താണ് സംഭവം? Going off on a tangent, but then let's check. Unable to busy. ഞാൻ സെറ്റപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. എനിവേസ്, ദാറ്റ്സ് നോട്ട് ആ ടോപ്പിക്. ഓൾറൈറ്റ്, ഓക്കെ. നമ്മൾ എന്തായിരുന്നു പറയുന്നത്? വേറെന്തായിരുന്നു പറയുന്നത്? നമ്മളെങ്ങനെ ഇവിടെ എത്തിയത്? നമുക്കിനി IP എന്ന് അടിച്ചു വെക്കാം. സോറി, IP കോൺഫിഗ് അല്ലാണോ? IF കോൺഫിഗ് IF കോൺഫിഗ് IF കോൺഫിഗ് IP മറ്റേതിൻ്റെ ഇതിൻ്റെ ഇതാരാ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം? എല്ലാം എക്സ്പ്ലെയിൻ ചെയ്താ പറ. ആരാ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം? എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്താണ് പാക്കറ്റ്സ്? എന്താണ് ഐനെറ്റ്? എന്താണ് എന്തൊക്കെയാണ് ഇതെന്താണ് സാധനം? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താ? What's all this? നെറ്റ്വർക്കിംഗ്. ഗുഡ്, നെറ്റ്വർക്കിംഗ് ടേംസ്. എന്താണ് ഇഥർനെറ്റ് എന്ന് വെച്ചാൽ? എന്താണ് ഇഥർനെറ്റ് കേബിൾ? എന്താണ്? മറന്നോ? ദാറ്റ്സ് ഓൾ റൈറ്റ്. ദാറ്റ് ഇസ് ഓൾ റൈറ്റ്. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. കാരണം എന്താ അറിയോ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്പം ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പബ്ലിക് വൈഫൈയിൽ കണക്ട് ചെയ്യരുതെന്ന്? പോർട്ട് കോഡ്സ് ആൻഡ് ഇറ്റ്സ് ആക്സസ് കീസ്. എന്താണ് പോർട്ട്സ്? എന്താണ് പാക്കറ്റ്സ്? എന്താണ് പോർട്ട് 80 എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഡസ് ദാറ്റ് മീൻ? ഓക്കെ, 433 വാട്ട് ഡസ് ദാറ്റ് മീൻ? എന്താണ് ഈ പോർട്ട്? എന്താണ് HTTP? എന്താണ് HTTPS? എന്താണ്? ഓക്കെ, ഇതെല്ലാം നെറ്റ്വർക്കിംഗ്. വെൽക്കം ടു നെറ്റ്വർക്കിംഗ്. ഇത് വേറെ ലോകമാണ്. ഈ സാധനം പഠിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരാളുടെ പുരയിലേക്ക് അടിച്ച് പൊട്ടിച്ച് കയറണമെങ്കിൽ നമുക്ക് അടിച്ച് പൊട്ടിച്ച് കയറിയാൽ മതി. പക്ഷെ കമ്പ്യൂട്ടറിലേക്ക് ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ അടിച്ച് പൊളിക്കലല്ലോ, അല്ലെങ്കിൽ ഉള്ളിൽ പിടിച്ച് പൊളിക്കലല്ലോ. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നെറ്റ്വർക്ക് വഴി ആക്സസ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പാക്കറ്റ്സ് സ്നിഫ് ചെയ്യണം, എന്നിട്ട് ഇതെന്തെങ്കിലും അയക്കുമ്പോൾ അവിടെ നിന്ന് പിടിച്ച് വലിക്കാം. ഇതൊക്കെ നെറ്റ്വർക്ക് വഴി അല്ലേ നടക്കുന്നത്. അപ്പോൾ വാട്ട് ഡു വി നീഡ് ടു നോ? വി നീഡ് ടു നോ നെറ്റ്വർക്കിംഗ്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കിംഗ് നമ്മൾ പഠിക്കണം. അപ്പം ഇതിനു വേണ്ടിയിട്ട് അൽഹംദുലില്ലാ ഞാനൊരു ഒരു PDF ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ ഫോണിലുള്ളത് നെറ്റ്വർക്കിംഗ് ഫോൺ. ഓക്കെ, ഞാനിതൊരിക്കലും നിങ്ങളെ മോശമാക്കി പറയുന്നല്ല കേട്ടോ. ഇത് ഞാൻ എല്ലാവർക്കും മനസ്സിലാവേണ്ട രീതിയിലായിട്ട് പെർഹാപ്സ് ഐ മേ ചേഞ്ച് ദ ടൈറ്റിൽ. let me just send that to just give me a second. ഞാനത് ലാപ്ടോപ്പിൽ എടുത്തു വെച്ചിട്ടില്ല. ഇത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഇതറിയോ? ഞാൻ ഒരിക്കലും നിങ്ങളെ ആരും ഈ നൂബ്സ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചത് ആർക്കും മനസ്സിലാവും എന്നുള്ള രീതിയിലാട്ടോ. ഓക്കെ, ഞാൻ ഉൾപ്പെടെ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സാധനം, ഒരു ഹാൻഡ് ബുക്ക്. Just give me 2 minutes. I'm sorry. Okay, let me just pull that up. Okay. ഇത് ഓക്കെ, ആസ് ഐ എം ഡൂയിങ് ദാറ്റ്, സെഷൻ 3ൻ്റെ ഹാൻഡ് ബുക്ക് നിങ്ങളെല്ലാവരും കുറച്ചൊരു വലിപ്പമുണ്ട്. പക്ഷേ ഇത് നമ്മൾ പഠിച്ചേ പറ്റൂ.
പഠിച്ചേ പറ്റുമെന്ന് സെൻസ് നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിക്കണമെന്നില്ല. പക്ഷേ അറിഞ്ഞൂടെങ്കിൽ ഐ റിയലി ബിലീവ് ഇത് നിങ്ങളെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നു. കാരണം ഇത് അത്രയും ഞാൻ അത്രയും എനിക്ക് പറ്റുന്ന രീതിയിൽ വളരെ സിംപ്ലിഫൈഡ് ടേംസിലാണ് അത് നമ്മൾ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം ഹോപ്പ്ഫുള്ളി ഈ ഹാൻഡ് ബുക്ക് മറ്റ് ഹാൻഡ് ബുക്കുകളും നിങ്ങൾ റെഫർ ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയാം. ബട്ട് ദിസ് വൺ എസ്പെഷ്യലി, കാരണം ലെറ്റ് മീ ജസ്റ്റ് സേവ് ദിസ് സെഷൻ 3 ഹാൻഡ് ബുക്ക് പ്ലേസ്. ഓക്കെ, ഞങ്ങൾ കാണിച്ചു തരാം. ഐ എം സോ സോറി. ലെറ്റ് മീ ജസ്റ്റ് സെൻഡ് ദിസ്, select from files. Okay, oh, I can just, oh wait. One moment, it's taking a lot of time. 794 MB KB ഉള്ളൂ. Oh yeah, here it is. Yes, good. കിട്ടി. I'll stop screen sharing and I'll open it there. Stop share. Okay, I hope you can see the screen. Screen കാണുന്നുണ്ടോ? Yes. Okay, ഇത് ഞാനിത് തുടങ്ങുന്നില്ല, ഇന്ന് നമുക്ക് തുടങ്ങുന്നില്ല. സമയത്രേ 10:22 നമുക്ക് നിർത്താം ഇൻഷാ അള്ളാ. പക്ഷേ ഇതെന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഫയർ വാൾ, ഓക്കെ, എന്താണ് മാക് അഡ്രസ്, ഇതിൻ്റെ അകത്ത് ഏതാണ് മാക് അഡ്രസ്, എന്താണ് OSINT, എന്താണ് OSI ലെയേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ സിസ്കോ പാക്കറ്റ് ട്രേസർ നമ്മൾ ഉപയോഗിക്കും ഇൻഷാ അള്ളാ, എങ്ങനെയാണ് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ഒരു വലിയ വാക്കുകൾ നിങ്ങളെ പേടിപ്പിക്കുന്നൊന്നല്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്താണ് നമ്മുടെ വീട്ടിൽ റൗട്ടർ എന്താണ്, മോഡം എന്താണ്, പിന്നെന്താണ് സ്വിച്ച്, നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ സ്വിച്ച് ഹബ് എന്താണ്, ഡാറ്റ എന്താണ്, പാക്കറ്റ്സ് എന്താണ്, പാക്കറ്റ്സിനെ മറ്റേ ഫ്രെയിം എപ്പോഴാണ് പാക്കറ്റ് ആവുക, ഓക്കെ, പിന്നെ എന്താണ് DNS തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും, പക്ഷേ ഇറ്റ്സ് ഓൾ ഈസി തിങ്. ഇത് വായിച്ചു നോക്കിയാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇതൊക്കെ ബേസിക്കലി നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ നമ്മളുടെ ഇപ്പം ഒരു കത്ത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു കത്ത് വർക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു അനാലജി പറഞ്ഞുതരാം. ഞാൻ സ്ക്രീനെ ക്ലോസ് ചെയ്തിട്ട് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? യു ജസ്റ്റ് സീയിങ് മീ റൈറ്റ്? സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? കൺട്രോൾ. ഓക്കെ, അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഗിവ് മീ ആൻ ആൻസർ. ഓക്കെ, നിങ്ങൾ തന്നെ എന്നോട് ഇങ്ങോട്ട് പറയൂ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ബുക്ക് അയക്കണം. പക്ഷേ നിങ്ങളെ നാട്ടിലുള്ള പോസ്റ്റൽ സർവീസ് ഈ വലിയ സാധനങ്ങൾ അയക്കുന്നത്, അതായത് ബേസിക്കലി DTTCയോ അല്ലെങ്കിൽ കൊറിയർ സർവീസ് ഒന്നുമില്ല. ലെറ്റ്സ് സേ ഒരു കുഗ്രാമമാണ്, അവിടെ ആകെ ഉള്ളത് പോസ്റ്റൽ സർവീസാണ്. ഇത് അനാലജി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ആകെ നിങ്ങൾക്ക് അയക്കാൻ പറ്റിയ ഒരു പേപ്പറാണ്. ഒരു പേപ്പർ നിങ്ങളെ ഫ്രണ്ടിനെ അയക്കാൻ പറ്റുള്ളൂ. കത്ത് മാത്രമേ അയക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്ത് അയക്കണം? നിങ്ങൾക്കൊരു ബുക്ക് അയക്കണം. പക്ഷെ നിങ്ങൾക്ക് കത്തുകൾ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സിംഗിൾ പേജസ്. ഈ ബുക്ക് നമുക്ക് അയച്ചേ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ കിട്ടണം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അൺമ്യൂട്ട് ചെയ്തിട്ട് വേണേൽ പറയാം. എന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ, നമുക്ക് എന്തെല്ലാം വേണമെന്ന് പറ. എക്സാക്ട്ലി, ഓരോ പേജ് അയക്കാം. ഓരോ പേജ് കീറിയിട്ട് നമുക്ക് ഓരോ പേജ് ഇട്ടിട്ട് അയക്കാം. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, ഒരു കത്തിന് ഒബ്വിയസ്ലി എന്ത് വേണം? ഒരു കത്തിൽ എന്തൊക്കെ ഉണ്ടാവും? അഡ്രസ് ഉണ്ടാവും. ആരുടെയൊക്കെ അഡ്രസ് ഉണ്ടാവും? സോഴ്സ്, ഫ്രമും ടൂവും, അതായത് ഫ്രം സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്തുണ്ടാവും?
ഒബ്വിയസ്ലി അതിൻ്റെ ഉള്ളിലുള്ള സാധനം ഉണ്ടാവും, കത്തിൻ്റെ സാധനം ഉണ്ടാവും അല്ലേ, നമ്മൾ എന്താണോ ബുക്ക് ഉള്ളിലുള്ള നമ്മുടെ കോണ്ടന്റ് ഉണ്ടാവും, കത്ത്. ഓക്കെ, യെസ്. പിന്നെ ഈ കേസിൽ എന്തും ഉണ്ടാവും, നമുക്ക് എന്തും എഴുതണം ആ പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന ഫ്രണ്ട്, ഒബ്വിയസ്ലി പെൺകുട്ടി ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ അയക്കുന്ന എൻ്റെ ചെങ്ങായിക്ക് എന്ത് വേണം, ഓക്കെ, ചെങ്ങായിക്ക് എനിക്ക് എന്തോ വേറൊന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ടോ, ഓക്കെ, ചെങ്ങായിക്ക് എന്തും വേണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇത് 1ാമത്തെ പേജാട്ടോ, ഇത് 2ാമത്തെ പേജ്. കാരണം ഞാനിപ്പോൾ 600 പേജുള്ള ബുക്കാണ് അയക്കുന്നത്. ഓക്കെ, ഈ കത്ത് ഏതൊക്കെ ദിവസമാണ് ഇവൻ്റെ കയ്യിൽ എത്താന്ന് പറഞ്ഞാൽ, ആദ്യം ചിലപ്പോൾ എത്തുക 1ാമത്തെ പേജ് ആയിരിക്കും, ഇന്നായിരിക്കും. 2ാമത്തെ എത്തുക ചിലപ്പോൾ 10ാമത്തെ പേജ് ആയിരിക്കും. 3ാമത്തെ എത്തുക 8ാമത്തെ പേജ് ആയിരിക്കും. അപ്പം നമ്മൾ എന്തും ചെയ്യണം, ഇത് നമ്പർ ചെയ്ത് കൊടുക്കണം. ഇത് ഫസ്റ്റ് പേജാണ്, ഇത് സെക്കൻഡ് പേജ്, നമ്മൾ നമ്പർ ചെയ്യോ, അല്ലെ പേജിന്റെ അടിയിൽ നമ്പറോ വേണം. ഇത് നമ്പർ ഇല്ലെങ്കിൽ അവന് മനസ്സിലാവില്ല, ഇത് തിരിച്ചവന് ഓർഡർ ചെയ്ത് വെച്ചിത് ബുക്കാക്കാൻ പറ്റൂല. ഓക്കെ, അവന് നമ്മളിവിടെ ഓക്കെ ഓർഡറിങ് അതായിരിക്കും എക്സാക്ട്ലി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കറക്റ്റ് ഇത് 1ാമത്തെ പാക്ക്, ഇത് 1ാമത്തെ പേജാട്ടോ, ഇത് 2ാമത്തെ പേജാട്ടോ, ഇത് 4ാമത്തെ പേജ്. സഹോദരങ്ങളെ, ഇതാണ് പാക്കറ്റ്. നമ്മൾ ഈ നെറ്റ്വർക്ക് പാക്കറ്റ്, നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഈ ബഫർ ചെയ്യല്ലോ, ഈ ബഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ നിങ്ങളിപ്പം ഇവിടുന്ന് യൂട്യൂബിനോട് പറഞ്ഞു, യൂട്യൂബ് എനിക്ക് എങ്ങനെയാണ് ഇളനീർ ഷേക്ക് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു താ. ഓക്കെ, ഞാൻ വളരെ പാക്കറ്റ്സ് വളരെ ചെറുതാണ്. ലെറ്റ്സ് സേ അവിടുന്ന് അയച്ചു, യൂട്യൂബിൽ നിന്ന് എന്താ അയച്ചു, ആദ്യം നിങ്ങൾ ഇളനീർ വാങ്ങണം, എന്നിട്ട് ഐസ്ക്രീം വാങ്ങണം, പാല് വാങ്ങണം, മിക്സി എടുക്കണം, ഇളനീർ ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഇടണം, അടിക്കണം, കുടിക്കണം. ഓക്കെ, പക്ഷെ അതെല്ലാം കൂടി യൂട്യൂബിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ ഫസ്റ്റ് എന്താണ്, കുടിക്കണം, എന്നിട്ട് പോയിട്ട് പാല് വാങ്ങണം, എന്നിട്ട് മിക്സിയിലിട്ട് അടിക്കണം, എന്നിട്ട് പോയി ഇളനീർ വാങ്ങണം. നിങ്ങൾക്ക് അങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പം നിങ്ങൾ തിരിച്ചിങ്ങൾ ഓർഡർ ആക്കണ്ടേ. ഓക്കെ, ഓർഡർ ചെയ്യണം, എന്ത് ചെയ്യണം, അതിന് നമ്പേഴ്സ് വേണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇതിന് നമ്പേഴ്സ് വേണം. ആ നമ്പേഴ്സ് കിട്ടിയാലേ ഫസ്റ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ കുടിക്കണം. എന്താ കുടിക്കണം എന്നൊക്കെ അറിയില്ല, പക്ഷെ ഫസ്റ്റ് അത് ലാസ്റ്റ് വരുന്നതാണ്. ഫസ്റ്റ് വരുന്നത് നമ്പർ 1 ഏതാണ്, നമ്മൾ ഇളനീർ പോയി വാങ്ങണം. ഇനി ചിലപ്പോൾ എന്ത് സംഭവിക്കും, കുടിക്കണം, പാല് വാങ്ങണം, പാലടിക്കണം എന്നൊക്കെ, പക്ഷെ ഇളനീർ ഇതുവരെ വാങ്ങാനുള്ള പാക്കറ്റ് അവിടെ നിന്ന് എത്തിയിട്ടില്ല. അപ്പം നിങ്ങളെ ബ്രൗസർ കറങ്ങാൻ തുടങ്ങും. ഇതിൻ്റെ അകത്ത് 5, 3, 10, 5, 6, 7, 8, 2, 3 എത്തി, 1 എത്തിയിട്ടില്ല. ഒന്നെവിടെ, ഒന്നെത്തി. വീഡിയോ കണ്ടിന്യൂ. മനസ്സിലായോ? ബഫറിങ് വരാനുള്ള ഒരു കാരണം അത് എത്താത്തത് കൊണ്ടാണ്. Okay, Jazakallah khair for this networking. But if the net searches ones are a bit confusing, okay, boring too. ഭയങ്കര ബോറിംഗ് സംഭവമാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു അനാലജി വെച്ച് പഠിച്ചാൽ മനസ്സിലാവും. ഇത് മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞ അനാലജി കുറച്ചൊരു ഫാർഫെച്ച്ഡ് അനാലജിയാണ്. പക്ഷെ ഒരു വീഡിയോക്ക് 5 പാക്കറ്റ് ഒന്നല്ല ഉണ്ടാവുക. പക്ഷെ ഞാൻ പറയണം, കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 2, 3, 4, 5 എത്തിയിട്ടുണ്ടാവും, 1 എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ 1 എത്തുന്നവരെ കാത്തു നിൽക്കാം. ഓക്കെ, 1 എത്തിയാലേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാം കറക്റ്റ് സ്ട്രിങ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. മനസ്സിലായോ? Will the browser request again for the lost packet or just wait? It depends. അത് ഇതിന് എന്തുണ്ടാവും, അഗൈൻ ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ചില ടൈമിൽ നമ്മളുടെ അത് ഇപ്പം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കണക്ഷൻ പോലെ ഇരിക്കും. ചില കണക്ഷൻസിന് എന്താണ്, കുറച്ച് പാക്കറ്റുകൾ പോയാലും കുഴപ്പമില്ല എന്ന് വെക്കാം. ഉദാഹരണത്തിന് നമ്മൾ എന്താ പറയുക, ഒരു വീഡിയോ സ്ട്രീം ചെയ്യാണ്. ഓക്കെ, വീഡിയോ സ്ട്രീം ചെയ്യുമ്പം അതിന് കുറച്ച് പാക്കറ്റ്സുകൾ പോയാലും കുഴപ്പമില്ല എന്ന് നോക്കും. ചില ടൈമിൽ പാക്കറ്റ്സ് ഇവിടുന്ന് പുറപ്പെട്ടിട്ട് കുറേ ടൈം അവിടെ ആയിട്ട് എത്തിയിട്ടില്ലെങ്കിൽ അത് കില്ല് ചെയ്യും. ചില ടൈമിൽ ഞാനിപ്പോൾ ഇത് ഉത്തരം തരാത്ത വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അതിന് TCP കണക്ഷനും 3-way ഹാൻഡ് ഷേക്ക് നമ്മൾ പഠിക്കും. ഓക്കെ, ഏതാണ് കൂടുതൽ, ഞാൻ ചോദിച്ച നിഹാൽ ഭായി കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ചോദ്യം വരുന്നത്. അത് 3-way ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. sin ack. Okay, ack എന്ന് പറഞ്ഞാൽ പിന്നെ let's not talk about that. 3-way. Yes. later on. ഇപ്പൊ പറഞ്ഞാൽ കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻ. let's once for Jazakallah khair. നമ്മളിപ്പോൾ അത് പറഞ്ഞാൽ ബാറക്കല്ലാഹു ഫീക്ക്, നിങ്ങൾക്ക് ഇത് അറിയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ സംശയം വന്നത്. പുതിയ ആൾക്കാർ ഇപ്പം അത് പറഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷനാണ്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല. അപ്പോൾ നെറ്റ്വർക്കിംഗ് പഠിക്കണം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പോയി മനസ്സിലാവും. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, 10:30. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നെറ്റ്വർക്ക്സിന്റെ വിഷയത്തിൽ. ഇപ്പം ലെറ്റ്സ് സേ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ റെക്കോർഡിംഗ് ഇവിടെ നിർത്താം. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സോ ദാറ്റ്സ് റെക്കോർഡിംഗ് സ്റ്റോപ്പിംഗ് ഹിയർ. അടുത്ത എക്സാമ്പിൾ വിൽ ബി വെരി ഓക്വേർഡ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡിംഗ് നിർത്തുന്നത്. സോ ലെറ്റ്സ് സ്റ്റോപ്പ്. എങ്ങനെയാണ് റെക്കോർഡിംഗ് നിർത്തുക?
more, record, stop. Okay, bye-bye. See you in the next class.